നമ്മുടെ സാമൂഹ്യ ബോധത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തു വന്നത്. അതിൻ്റെ തുടർച്ചയായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിൽ ശ്രമിക്കുന്നത്. നാം കേവലം ഒരാൾക്കൂട്ടമല്ലെന്നും ഒരു സമൂഹമാണെന്നും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. പരസ്പരം കടമകളുള്ള, കടപ്പാടുകളുള്ള, പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടായ്മയാണ് സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ജനത്തോട് ചില വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. ആരോടും പ്രതിബദ്ധതയില്ലാത്ത അരാജകമായ ഒരു ജീവിതമല്ല നമ്മുടേത്, ആയിക്കൂടാ. വിശേഷിച്ചും സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തോട് വലിയ ബാധ്യതകളുണ്ട് നമുക്ക് എന്ന് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലെ മുതലാളിത്ത സാംസ്കാരിക മാരണങ്ങളിൽപ്പെട്ട് പലപ്പോഴും ആ ബാധ്യതകളെ നമ്മൾ മറന്നുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടെ കൂടെ ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. ഇന്നലകളിൽ പടിഞ്ഞാറൻ സമൂഹം വളർത്തിയെടുത്ത വൃത്തികെട്ട സ്വാർത്ഥതയുടെ ഒരു സംസ്കാരം, പ്രാഗ്മാറ്റിസത്തിൻ്റെ ഒരു സംസ്കാരം, ഒരുതരം പ്രായോഗികതാവാദം അല്ലെങ്കിൽ പ്രയോജനവാദം. നിന്നെക്കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ലെങ്കിൽ ഞാൻ നിനക്ക് എന്തിന് സേവനം ചെയ്യണം? ഈ ഒരു സംസ്കാരം നമ്മെ ഇന്നും നിരന്തരം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രയോജനമുണ്ടെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്യാം, ഇങ്ങോട്ടൊന്നും കിട്ടാതെ അങ്ങോട്ട് നന്മ ചെയ്യുന്നത് വിഡ്ഢിത്തമായി കണക്കാക്കുന്ന ഒരു സംസ്കാരം. പ്രിയമുള്ളവരെ, അത് കുഫറിന്റെ സംസ്കാരമാണ് എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. അനുത്വഇമു മല്ലൗ യശാഉല്ലാഹു വത്അമഹു. പടച്ചവൻ കൊടുക്കുമായിരുന്ന ആളുകൾ, അവർക്ക് നമ്മൾ എന്തിന് തീറ്റണം, നമ്മൾ എന്തിന് കൊടുക്കണം? ഇതാരുടെ ചോദ്യമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്? കുഫറിന്റെ ചോദ്യമായിട്ടാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സ്വാർത്ഥതയുടെ, പ്രായോഗികതാവാദത്തിന്റെ, അവനവനിസത്തിന്റെ ഒരു സംസ്കാരം, അതാണ് പ്രാഗ്മാറ്റിസം. മക്കളും മാതാപിതാക്കളും ഒന്നിച്ചൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ബില്ല് പേ ചെയ്യുന്ന ഒരു സംസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്വാർത്ഥതയുടെ സംസ്കാരം നമ്മുടെ പ്രതിബദ്ധതയുടെ പൈതൃകങ്ങളെയും പാരമ്പര്യങ്ങളെയും നമ്മിൽ നിന്ന് മറപ്പിച്ചു കളയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് നിസ്വാർത്ഥമായി സേവനം ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിക്കടി നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. നമ്മുടെ സാമൂഹ്യ ബോധം പോലും ആത്മീയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സാമൂഹ്യ ബോധം പോലും ആത്മീയമാണ്. എന്താണ് ഇസ്ലാമിക ആത്മീയതയുടെ അന്തർധാര എന്ന് പറയുന്നത്? ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ മഹബ്ബത്തുള്ളയാണ് ഇസ്ലാമിക ആത്മീയത. റബ്ബിനോടുള്ള അദമ്യമായ സ്നേഹമാണ്, അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. ആരാണ് നാഥൻ എന്ന് തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ ഒരു മനുഷ്യന് നാഥനോടുണ്ടാകുന്ന, ഖാലിഖിനോടുണ്ടാകുന്ന അദമ്യമായ സ്നേഹമാണ്, മഅരിഫത്തിൽ നിന്നുണ്ടാകുന്ന മഹബ്ബത്താണ് ഇസ്ലാമിലെ ആത്മീയത എന്ന് പറയുന്നത്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ മഹബ്ബത്ത്
ഏറ്റവും വലിയ സ്നേഹം അള്ളാഹുവിനോടായിരിക്കും. പ്രിയമുള്ളവരെ, ഈ ആത്മീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സാമൂഹ്യ ബോധവും നമ്മുടെ ജനസേവനവും നമ്മുടെ പൊതുപ്രവർത്തനവും എല്ലാം ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ആ നാഥനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാ എന്നാണ്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാ. എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ കുടുംബമാണ്. ഇത് പ്രവാചകന്റെ വാക്കുകളാണ്. ഇവിടെ കാണുന്ന സകല ജീവജാലങ്ങളും സഹജീവികളും എല്ലാം അല്ലാഹുവിന്റെ കുടുംബമാകുന്നു. എന്നിട്ട് പറഞ്ഞു അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അൻഫഉഹും ലിഇയാലിഹി. അല്ലാഹുവിന്റെ ഈ കുടുംബത്തിൽ പടച്ചവൻ ഏറ്റവും അടുപ്പമാരോടാണെന്നറിയുമോ? അൻഫഉഹും ലിഇയാലിഹി, തന്റെ കുടുംബത്തിന് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരോടാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ മഖ്ലൂഖാത്തുകളും അല്ലാഹുവിന്റെ കുടുംബം. ആ കുടുംബത്തിന് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരോട് അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ബന്ധം. വളരെ കൃത്യമാണ്, ലളിതമാണ്, മനസ്സിലാക്കാൻ കഴിയുന്ന ആശയമാണ് പ്രവാചകൻ പറഞ്ഞു തരുന്നത്. ഞാനിവിടെ ഇല്ല, എന്റെ കുടുംബമുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട നിങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. എന്റെ അഭാവത്തിൽ എന്റെ കുടുംബം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, ഒരാപത്തിനെ നേരിടുമ്പോൾ എന്റെ ആളുകൾ എന്റെ കുടുംബത്തെ കൈവിടാത്തതുപോലെ ഇതെല്ലാം അല്ലാഹുവിന്റെ കുടുംബമാണ്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാ. അല്ലാഹുവിന്റെ കുടുംബമാണെങ്കിൽ ആ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ അത് നമ്മെ സ്പർശിക്കണം, നമ്മെ തൊടണം, നമ്മെ വേദനിപ്പിക്കണം എന്നർത്ഥം. വിശദീകരണങ്ങൾ ആവശ്യമില്ലല്ലോ, കാര്യങ്ങൾ വളരെ സ്പഷ്ടമാണ്. കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു ദരിദ്രനെ, ഒരു നിസ്വനെ, ഒരു നിരാലംബനെ, ഒരു അനാഥയെ, ഒരഗതിയെ കാണുമ്പോൾ ഇത് അല്ലാഹുവിന്റെ ഫാമിലിയിൽപ്പെട്ടവൻ, അല്ലാഹുവിന്റെ കുടുംബം, അതുകൊണ്ട് എനിക്ക് അയാളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് ഒരു വിശ്വാസി അല്ലാഹുവിന്റെ അടുപ്പമുള്ളവനായി തീരുന്നത് എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കാര്യം വളരെ ഗൗരവമുള്ള വിഷയമാണ്. വയറൊട്ടിയ ഒരു പ്രാരബ്ധക്കാരനെ കാണുമ്പോൾ അയാൾ അല്ലാഹുവിന്റെ കുടുംബമാണെന്നത് പോട്ടെ, എന്റെ കൂടപ്പിറപ്പാണെന്ന് അല്ല, ഞാൻ തിരിഞ്ഞു നോക്കേണ്ടവനാണെന്ന്, ഞാനൊന്ന് സംസാരിക്കേണ്ടവനാണെന്ന്, ഞാനൊന്ന് സലാം ചൊല്ലി കയ്യിൽ പിടിക്കാൻ യോഗ്യനാണെന്ന് ചിന്തിക്കാതെ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അയാൾ എന്റെ വർഗത്തിൽപ്പെട്ടവനേയല്ല. ഞാൻ ഒരു വർഗത്തിൽ, അയാൾ വേറൊരു വർഗത്തിൽ. അയാളും ഞാനും തമ്മിൽ അങ്ങനെ മുട്ടി നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ഒരുപക്ഷെ കഴിയുന്നതും അയാളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ സ്പർശിക്കാതെ നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിൽക്കാൻ ശ്രമിക്കുന്നിടത്ത് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം, അത് ഇസ്ലാമികമായ സംസ്കാരമേയല്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ ഗൗരവത്തിൽ നമ്മെ ഉണർത്തുന്ന വിഷയമാണ്. ഈ ബന്ധം പ്രവാചകൻ വിശദീകരിച്ചു തരിക മാത്രമല്ല, ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പടച്ചവന്റെ കുടുംബമാണ് എന്ന ഈ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും പ്രവാചകൻ വിശദീകരിച്ചു. എത്ര മനോഹരമായ ശൈലിയിൽ അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നിൽക്കുകയാണ് മനുഷ്യൻ. ആ വിചാരണയുടെ സന്ദർഭത്തിൽ അല്ലാഹു ചോദിക്കും, യബ്ന ആദം മരിദതു ഫലം തഉദിനി. അല്ല മനുഷ്യ, ഞാൻ രോഗിയായി കിടന്നിട്ട് നീ എന്നെ കാണാൻ വന്നില്ലല്ലോ, തിരിഞ്ഞു നോക്കിയില്ലല്ലോ, സഹായിച്ചില്ലല്ലോ. ഉടനെ മനുഷ്യന്റെ പ്രതികരണം, റബ്ബേ നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിനക്ക് രോഗമോ, നിന്നെ കാണാൻ വരികയോ? അപ്പോൾ പറയും, എന്റെ ഇന്ന അടിമ. അതാണ് കുടുംബം. ഖാലിഖിന്റെ കുടുംബമാണ് മഖ്ലൂഖാത്ത്. എന്റെ കുടുംബത്തിൽപ്പെട്ട ഇന്നയാൾ അസുഖബാധിതനായി ആശുപത്രിയിൽ കിടന്നിട്ട് അതിന്റെ മുമ്പേ എത്രയോ തവണ നീ പരക്കം പാഞ്ഞു പോയിട്ടുണ്ട് ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ, നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിച്ചെടുക്കാൻ. ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഒന്ന് കയറി സംസാരിക്കാൻ ശ്രമിച്ചോ? ഒരു വേള അയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞോ? എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, നീ അന്ന് എന്നെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവിടെ എന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ പരത്തി പറയുന്നില്ല, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അല്ലാഹുവിന്റെ കുടുംബമാണ്.
അതുകൊണ്ട് ആ കുടുംബത്തിൽ പ്രയാസപ്പെടുന്നവരോട് നിങ്ങൾക്ക് കടപ്പാടുകളും ബാധ്യതകളുമുണ്ട്, കണ്ണടച്ച് തിരിഞ്ഞു പോകാൻ സാധ്യമല്ല എന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കടപ്പാടുകൾ, വലുതും ചെറുതുമായ ഈ ബാധ്യതകളെ സംബന്ധിച്ച് നിരന്തരമായി സഹാബത്തിനോട് സംസാരിച്ചു. ഈ ഉമ്മത്തിനോട് നിരന്തരം സംവദിച്ചുകൊണ്ടിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. പ്രവാചകൻ സംസാരിക്കട്ടെ, അതിന് കാതോർക്കാൻ നമുക്ക് കഴിയണം. ആ സംസാരത്തോടുള്ള നമ്മുടെ സമീപനമാണല്ലോ എന്റെയും നിങ്ങളുടെയും സ്വർഗവും നരകവും നിർണയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സംസാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്ന് കേൾക്കുവാനുള്ള കാത് നമുക്കുണ്ടാകണം. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നു. അയാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, പ്രവാചകരെ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ജനമാരാണ്? അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഏതാ? റസൂലുള്ള മറുപടി പറയാൻ തുടങ്ങി. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി, ആരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം? അഹബ്ബുൻ നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്. നമ്മുടെ മനസ്സിൽ മായാത്ത മഷി കൊണ്ട് രേഖപ്പെടുത്തി വെക്കണം പ്രവാചകന്റെ ഈ ഉത്തരം. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാരോ അവനോടാണ് അള്ളാഹുവിന്റെ മഹബത്ത്. അള്ളാഹുവിന് പ്രിയപ്പെട്ടവർ അവരാകുന്നു. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, പടച്ചവൻ ഏറ്റവും പ്രിയപ്പെട്ട കർമ്മങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്നിട്ട് റസൂൽ സുദീർഘമായി സംസാരിച്ചു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, ആദ്യം പറഞ്ഞത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ എന്നാണ്. സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, സന്തോഷം. നിന്റെ മുസ്ലിമായ സഹോദരന് നിന്നിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം, അതാണ് റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം. ചിന്തിച്ചു നോക്കൂ. എന്റെ സഹോദരൻ, ആ സഹോദരന് എന്നിൽ നിന്ന് സന്തോഷം ലഭിക്കണം. ആ സന്തോഷം പടച്ചവൻ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. പിന്നെ പറഞ്ഞു ഔ തക്ഷിഫു അൻഹു കുർബത്തൻ, നിന്റെ സഹോദരന്റെ ഒരു പ്രയാസം അത് നീ മാറ്റിക്കൊടുക്കൽ, അതാണ് പടച്ചവൻ ഏറ്റവും മഹബത്തുള്ള കാര്യം. ഔ തഖ്ലി അൻഹു ദൈനൻ, അല്ലെങ്കിൽ അവനെ ബാധിച്ച ഒരു കടബാധ്യത, ആ പ്രയാസത്തെ, ആ കടബാധ്യതയെ നീ വീട്ടിക്കൊടുത്തു, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഔ തസുറുദു അൻഹു ജൂഅൻ, അല്ലെങ്കിൽ വിശപ്പനുഭവിക്കുന്ന നാളിൽ അവന്റെ പട്ടിണി മാറ്റി നീ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞു വരുന്ന സംഗതികൾ. ഒരു മനുഷ്യനെ തൊടുന്ന ഒരു സംസ്കാരത്തെ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ തൊടാതെ ജീവിക്കുകയാണ്. ആരുടെയും ഒന്നിലും തൊടാതെ, ആരുടെയും ഒരു വിഷയവും മനസ്സിൽ കൊണ്ടുവരാതെ, കഴിയുന്നത്ര ജനങ്ങളോടൊപ്പം എന്നാൽ ജനങ്ങളിൽ നിന്നകന്ന് ആൾക്കൂട്ടത്തിൽ ഒറ്റയൊറ്റ തുരുത്തുകളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ വിഷമം പറയുന്നത് കേട്ടാൽ പോലും നമുക്ക്, ഞാൻ എന്നെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് പറയുന്നത്, നമ്മൾ നിസ്സംഗമായി കേൾക്കുകയാണ്. അയാളുടെ ജീവിതമാണ്, അയാളുടെ കഥനമാണ്, കണ്ണീരാണ്, കുടുംബത്തിന്റെ വേദനകളാണ്, സാമ്പത്തിക പ്രാരബ്ധങ്ങളാണ്. അയാൾ കൽബ് പൊട്ടിയത് പറയുമ്പോൾ, അയാളത് എഴുതുമ്പോൾ നിസ്സംഗതയോടുകൂടി കേട്ടു നിൽക്കുകയാണ് നമ്മൾ. ഒരു കഥ കേൾക്കുന്ന പോലെ, ഒരു സീരിയൽ കാണുന്നത് പോലെ. സീരിയൽ കാണുമ്പോഴും കണ്ണീര് വരും. ഒരു കണ്ണീരും പൊടിയാതെ നമ്മൾ നിന്നിങ്ങനെ കേൾക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ അത് സ്പർശിക്കാതെ പോവുകയാണ്. പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ ബാധ്യതകളെ കുറിച്ച് പറയുകയാണ്. പടച്ചതമ്പുരാൻ ഏറ്റവും മഹബത്തുള്ള കാര്യം, നിന്റെ സഹോദരൻ, അദ്ദേഹത്തിന് ഒരു സന്തോഷം നീ നൽകുക, അദ്ദേഹത്തെ ബാധിച്ച ഒരു പ്രയാസം നീക്കുക, അദ്ദേഹം പെട്ടുപോയ ഒരു കടബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കുക, അദ്ദേഹം പട്ടിണി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സുദീർഘമായ റസൂലുള്ള സംസാരിക്കുകയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഒരാവശ്യം മുമ്പിൽ വരുമ്പോ, ആ ആവശ്യത്തിന് വേണ്ടി നീ പരിശ്രമിക്കുമ്പോൾ, അതിനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ, ഒരു മാസം ഈ പള്ളിയിൽ, എന്റെ ഈ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള കാര്യം അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സമാപിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒമൻ മശാ മഅ അഖീഹി ഫീ ഹാജത്തിൻ,
ഒരു മനുഷ്യൻ അയാളുടെ സഹോദരന്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി അയാളോടൊപ്പം ഇറങ്ങിത്തിരിച്ചാൽ, എന്നിട്ട് അത് അദ്ദേഹത്തിന് സാധിച്ചു കൊടുക്കുകയും ചെയ്താൽ, അള്ളാന്റെ റസൂൽ പറയുകയാണ്, അസ്ബത്തല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. അഷ്റഫുൽ ഖൽഖിന്റെ വാക്കുകളാണ്. ജനങ്ങൾക്ക് പാദം വഴുതിപ്പോകുന്ന നാളിൽ, അവരുടെ കാലുകൾ ഉറച്ചു നിൽക്കാതെ വഴുതി നരകത്തിലേക്ക് വീണുപോകുന്ന നാളിൽ അവരുടെ പാദത്തെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അസ്ബത്തല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. യൗമ തസൂലുൽ അഖ്ദാം. പാദങ്ങൾ നിലയുറക്കാതെ വഴുതി സിറാത്തിൽ നിന്ന് നരകത്തിലേക്ക് വീണുപോകുന്ന നാളിൽ അവരുടെ കാലുകൾക്ക് നാഥൻ അടിയുറപ്പ് നൽകും എന്ന് സഹോദരനെ സഹായിച്ചവനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പരം, ഇതിനേക്കാൾ വലിയ എന്ത് സൗഭാഗ്യമാണ്, എന്ത് സമ്മാനമാണ്, എന്ത് നേട്ടമാണ്, എന്ത് ജീവിത വിജയമാണ് നമുക്ക് നേടാനുള്ളത് എന്ന കാര്യം നമ്മുടെ നിരന്തരമായ ചിന്തകളിൽ വരേണ്ട വിഷയമാണ്. വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, മൻ കാന ഫീ ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫീ ഹാജത്തിഹി. ഒരാൾ സഹോദരന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അയാളുടെ പ്രശ്നത്തെ അല്ലാഹു ഏറ്റെടുക്കും. ഈമാൻ കൊള്ളാൻ കഴിയണം, അവിടെയാണ് പ്രശ്നം. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഞാൻ ഒരാളുടെ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ എന്റെ വിഷയത്തിൽ അല്ലാഹു ഏറ്റെടുത്തുകൊണ്ട് അവൻ എന്റെ ആവശ്യം നിറവേറ്റി തരും എന്ന് വിശ്വസിക്കുവാൻ കഴിയണം. നമ്മുടെ കാര്യം റബ്ബേറ്റെടുക്കുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ് എന്ന് പ്രിയമുള്ളവരെ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അസ്സായി അലൽ അർമിലത്തി വൽ മിസ്കീൻ കസ്സായി ഫീ സബീലില്ലാ. വിധവകൾക്ക് വേണ്ടി, ദുരിതമനുഭവിക്കുന്ന വിധവകൾക്ക് വേണ്ടി, മിസ്കീന്മാർക്ക് വേണ്ടി ആരെങ്കിലും പണിയെടുക്കുന്നുവെങ്കിൽ കസ്സായി ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലെ പോരാളികളെ പോലെ. എന്തൊരു വലിയ ഒരു വാക്കാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ കെലിമത്തിന് വേണ്ടി യുദ്ധഭൂമിയിൽ അടരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സേനാനായകനെ പോലെ പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ, പാവങ്ങൾക്കായുള്ള പോരാട്ടങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, മൻ അറാദ അൻ തുസ്തജാബ ദഅവതുഹു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് നിങ്ങൾക്ക് മോഹമുണ്ടോ? ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ ബർക്കത്തുള്ള ആളുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് കുറെ പണം കൊടുക്കുകയല്ല, അയാളെ കൊണ്ട് ദ്വാരപ്പിക്കുകയല്ല. റസൂലുള്ളാഹി പറയുകയാണ്, മൻ അറാദ അൻ തുസ്തജാബ ദഅവതുഹു വ അൻ തുക്ശഫ ഖുർബതുഹു ഫൽയുഫർരിജ് അൻ മുഅ്സിരിൻ. ഞെരുക്കം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, ചുറ്റുപാടുമുണ്ട്. ആ ഞെരുക്കം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്നവർക്ക് ഒരു ആശ്വാസം നൽകൂ. നിന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകും. നിന്നെ ബാധിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും. എന്നിട്ട് റസൂലുള്ളാഹി ഓരോ ബാധ്യതകളും ഇങ്ങനെ എടുത്തു പറഞ്ഞു. ഒരു നന്മയും നിസാരീകരിച്ചു കളയരുത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. ഒന്നും നിസാരീകരിക്കരുത്. വ ഇന്ന മിനൽ മഅറൂഫ് അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. അവിടെ തുടങ്ങുന്നു കടപ്പാടുകൾ. നിന്റെ ഒരു സഹോദരനെ കാണുന്നു, എന്ത് മുഖഭാവമായിരിക്കണം? അഷ്റഫുൽ ഖൽഖ്, ലോകത്തിന്റെ ഗുരു, ലോകത്തിന്റെ അധ്യാപകൻ, വളരെ ലളിതമായി കടപ്പാടുകൾ അവിടെ നിന്ന് തുടങ്ങുന്നു. എന്റെ സഹോദരനെ ഞാൻ കണ്ടുമുട്ടി, എങ്ങനെയായിരിക്കണം മുഖം? വീർപ്പിച്ചു പിടിക്കണോ? ഗൗരവത്തിൽ നിൽക്കണോ? റസൂലുള്ളാഹി പറയുകയാണ്, അയാളോടുള്ള നീതിയുടെ ഒന്നാം പാഠം ഒരു പ്ലസന്റ് ഫേസ്, ഒരു പ്രസന്നമായ മുഖത്തോടുകൂടി അയാൾ അഭിമുഖീകരിക്കാൻ കഴിയണം. അത് സ്വതക്കയാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. നമ്മൾ പ്രായോഗികമായി ചിന്തിച്ചു നോക്കൂ. ഒരാൾക്ക് ഒരാളിലേക്ക് സന്തോഷം പകരുകയാണ്. പുഞ്ചിരിക്കുന്ന ഒരു മുഖം, പ്രവാചകനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയാണ് ജനം കാണാറുണ്ടായിരുന്നത്. അത് തന്നെ ഒരു ആശ്വാസമാണ്, അത് തന്നെ ഒരു സന്തോഷമാണ്, അത് തന്നെ ഒരു ഊർജദായിനിയാണ്. നമ്മിലേക്കൊരു എനർജി അതുവഴി കിട്ടും. എവിടെയോ വായിച്ചു തോർക്കുന്നു, ഇറ്റലിയിലെ മിലാനിലാണെന്ന് തോന്നുന്നു, പൊതുസ്ഥലങ്ങളിൽ നിങ്ങൾ പ്ലസന്റ് ഫേസോടുകൂടി, പ്രസന്നമായ മുഖഭാവത്തോടുകൂടി വേണം ജനങ്ങളെ അഭിമുഖീകരിക്കാൻ എന്നൊരു നിയമമുണ്ട് എന്ന് വായിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, റസൂലുള്ളാഹി പറയുന്നത് അത് സ്വതക്കയാണ് എന്നാണ്. പിന്നെ വിശദീകരിച്ചു, അൻ തുഫ്രിഗ മിൻ ദൽവിക ഫീ ഇനാഇ അഖീക്. വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു, നിന്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം മറ്റവന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കൂ, അയാൾക്കൊരാശ്വാസം നൽകൂ. തഅദിലു ബൈന സ്നത്തൈനി സ്വതക്ക. രണ്ടുപേര് തമ്മിൽ, അവർക്കിടയിൽ നീതി പാലിക്കൂ, നീതി നടപ്പിലാക്കൂ, അത് സ്വതക്കയാണ്.
വതുഈന الرجل في دابته فتحمله عليها او ترفع له عليها متاعه صدقه. എത്ര സൂക്ഷ്മമായിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു തരുന്നത്. ഒരാള് പ്രയാസപ്പെടുകയാണ് അയാളുടെ വാഹനത്തിൽ കയറാൻ. വാഹനത്തിൽ അയാളെ കയറ്റി കൊടുക്കൂ. അയാൾക്കൊരു ഭാരമുണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്. ആ ചരക്ക് നീ കയറ്റി കൊടുക്കാൻ സഹായിക്കൂ. ഇത് അയാളോട് ചെയ്യുന്ന സദഖയാണ്, ധർമ്മമാണ്, ദാനമാണ്. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖത്തുൻ. ഒരാളോടൊരു നല്ല വാക്ക് പറയൂ. അയാൾക്ക് നന്മ നൽകുന്ന, അയാൾക്ക് ആശ്വാസം നൽകുന്ന, അയാളുടെ പ്രയാസം ലഘൂകരിക്കുന്ന ഒരു പദം, പ്രിയമുള്ളവരെ, അതും സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഈ മനുഷ്യ സേവനത്തെ, ഈ ദൈവിക പാതയെ വരച്ചു കാട്ടിത്തന്ന റസൂലിനെ, അദ്ദേഹം വളർത്തിയെടുത്ത ഒരു സഹാബത്തിനെ നമ്മുടെ മുമ്പിലുണ്ട്. ആ ചിത്രങ്ങൾ മുഴുവനും ചരിത്രം ഒന്നും വിടാതെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഉമ്മത്തിന് ആ പ്രവാചകനെയും സഖാക്കളെയും അനുകരിച്ചുകൂടാ? നമ്മൾ അനുകരണത്തിന്റെയും ഇത്തിബാഇന്റെയും വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ആരാധനാ മേഖലകളുമായി മാത്രം ബന്ധപ്പെട്ട. റസൂൽ എവിടെ കൈവച്ചു? നമസ്കരിക്കുമ്പോൾ തർക്കങ്ങൾ, കുതർക്കങ്ങൾ, വാദങ്ങൾ, പ്രതിവാദങ്ങൾ, ഖണ്ഡനങ്ങൾ, മണ്ഡനങ്ങൾ, ഇനാം പ്രഖ്യാപിക്കലുകൾ, കത്തിക്കുത്തുകൾ, കൊലപാതകങ്ങൾ. എന്തിന്റെ പേരിൽ? പ്രവാചകന്റെ ആരാധനാ ജീവിതത്തെ സൂക്ഷ്മമായി ഇതുപോലെ തന്നെ ഒപ്പിയെടുക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. പ്രവാചകന്റെ ഗാർഹിക ജീവിതം, റസൂലിന്റെ പൊതുജീവിതം, സമൂഹത്തോടുള്ള പെരുമാറ്റം, അവിടെയൊക്കെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ, വളരെ കൃത്യമായ ഉസ്വത്തുൻ ഹസനത്ത്, ഉദാത്തമായ ജീവിത മാതൃകയുണ്ട് പ്രവാചകനിൽ. ആ പ്രവാചകന്റെ ഈ രംഗങ്ങളിലെ ജീവിത മാതൃകകളെ സ്വീകരിക്കുവാൻ എന്തുകൊണ്ട് ആരാധനയിൽ മാത്രം മതി എന്ന് ഈ സമുദായം വെക്കുന്നു? വളരെ ഗൗരവമുള്ള വിഷയമാണ്. പ്രിയമുള്ളവരെ, പ്രവാചകനെയും സഹാബത്തിനെയും ഏതു നേരത്തും ജനത്തിന് സമീപിക്കാമായിരുന്നു. നമ്മുടെ ഒരു സങ്കല്പവും ഇതും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യേണ്ടതാണ്. റസൂലിനെയും സഹാബത്തിനെയും പൊതുജനത്തിന്, പബ്ലിക്കിന് ഏത് നേരത്തും സമീപിക്കാമായിരുന്നു. അവർ പ്രാപ്തരായിരുന്നു ജനങ്ങൾക്ക്. ഏത് പാവപ്പെട്ട മനുഷ്യനും പ്രവാചകൻ അവൈലബിൾ ആയിരുന്നു. ഇത് നമ്മൾ ചിന്തിക്കണം. വിശേഷിച്ചും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ചിന്തിക്കണം. റസൂലുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു. എതിരെ ഒരു അടിമപ്പെണ്ണ് വരുന്നു. ആ അടിമപ്പെണ്ണ് പ്രവാചകനെ പിടിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് റസൂലുള്ള അവിടെ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവർക്ക് പറയാനുള്ളത് കേട്ട്, നമുക്ക് കേൾക്കാൻ ക്ഷമയില്ലല്ലോ, കേൾക്കാൻ ക്ഷമയില്ല, നമുക്ക് പറ്റൂല എന്ന് പറയും. ചിലപ്പോൾ മുഖത്ത് നോക്കി തന്നെ കേട്ട് പറയും പറ്റൂല. പ്രിയമുള്ളവരാലോചിച്ച ഒരു വിനയത്തിന്റെ ഒരു പദം പോലുമില്ലാതെ നമ്മൾ പറയും, മുഖത്തടിച്ചതുപോലെ പറയും. ഖുർആൻ ഹറാമാക്കിയിട്ടുണ്ടത്. ലാ തുസഇർ ഖദ്ദക ലിന്നാസ്. സഹർ രോഗം ബാധിച്ച ഒട്ടകത്തിന്റെ മാതിരി ജനങ്ങളെ കാണുമ്പോൾ മുഖം തിരിക്കരുത്. പരിശുദ്ധ ഖുർആൻ. ലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ജനങ്ങളെ കാണുമ്പോൾ മുഖം തിരിക്കാൻ പാടില്ല. അവർ പറയുന്നത് കേൾക്കണം. റസൂലത കേൾക്കുമായിരുന്നു. അതിനേക്കാൾ വലിയ തിരക്ക് ലോകത്ത് ആർക്കാണുള്ളത്? ഈ പ്രപഞ്ചത്തിൽ ആർക്കാണ്, ഏത് മനുഷ്യനാണ്, ഏത് VIP-ക്കാണ് അഷ്റഫുൽ ഖൽക്കിനേക്കാൾ തിരക്കുള്ളത്? റസൂലുള്ള ഈ അടിമപ്പെണ്ണ് പറയുന്നത് കേട്ട് ചിലപ്പോഴൊക്കെ അവരുടെ കൂടെ പോകും. യജമാനനോട് എന്തോ ഒരു കാര്യം സംസാരിച്ച് ശരിയാക്കാനാണ്. റസൂലുള്ള അവരുടെ കൂടെ പോവുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകനും സഹാബത്തും അങ്ങനെയായിരുന്നു. ഇബ്നു അബ്ബാസിന്റെ എഴുത്തിക്കാഫിനെ കുറിച്ചൊരു ചരിത്രമുണ്ട്. ഇബ്നു അബ്ബാസ് റസൂലിന്റെ പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുകയാണ്. അതിന് മനുഷ്യൻ വന്നു, പ്രയാസത്തോടുകൂടി വന്ന് സംസാരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? ഫൻതഅല ഇബ്നു അബ്ബാസ്, കടബാധിതനായ ഒരാൾ, എന്റെ ജീവിതത്തിൽ ഈ കടം വീട്ടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പള്ളിയിൽ വന്നിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ ഫൻതഅല ഇബ്നു അബ്ബാസ് സുമ്മ ഖറജ മിനൽ മസ്ജിദി, ഹദീസുകളിൽ ഫൻതഅല, ഉടനെ അദ്ദേഹം ചെരുപ്പിട്ട് പുറത്തിറങ്ങി. ഈ മനുഷ്യന്റെ കൂടെ അത് പരിഹരിക്കാൻ പോവുകയാണ്. ഇയാൾ ചോദിച്ചു, അനസീത മാ കുൻത ഫീഹി, താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇഅ്തികാഫിലായിരുന്നല്ലോ, ആ കാര്യം താങ്കൾ മറന്നുപോയോ എന്ന് ഈ പ്രയാസപ്പെട്ട മനുഷ്യൻ ചോദിക്കുകയാണ്. ഉടനെ ഇബ്നു അബ്ബാസിന്റെ മറുപടി, ഇല്ല, വലാകിന്നി സമിഅതു സാഹിബ ഹാദൽ ഖബർ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ഖബർ ചൂണ്ടിക്കാണിച്ചിട്ട് ഇബ്നു അബ്ബാസ് പറയുകയാണ്, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അത് പറഞ്ഞപ്പോ ഹദീസിൽ കാണാം, വൽ അഹ്ദു ബിഹി ഖരീബുൻ ഫദമഅത ഐനഹു,
അടുത്ത കാലത്താണ് റസൂലിന്റെ വഫാത്തുണ്ടായത്. അതുകൊണ്ട് ഫദമഅത ഐനാഹു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ തന്റെ സഹോദരന്റെ ആവശ്യപൂർത്തീകരണത്തിന് പോയാൽ മൻ മശാഫി ഹാജത്തി അഖീഹി വബലഗ ഫീഹാ കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീൻ. 10 കൊല്ലം. ഇഅ്തികാഫ് വലിയ പുണ്യമുള്ള കാര്യമാണ്, വളരെ പ്രതിഫലാർഹമായ പുണ്യമാണ്. പക്ഷേ 10 കൊല്ലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് ഒരു മുസ്ലിം സഹോദരന്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ എന്ന് ആ മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആകുമ്പോഴാണ് ജനങ്ങൾക്ക് പ്രാപ്യരായ, ജനങ്ങൾക്ക് അവൈലബിളായ, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും ചുരുങ്ങിയത് അവരെ ദ്രോഹിക്കാത്ത ഒരു സംസ്കാരത്തിലേക്ക് വളരുമ്പോഴാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ പൊതുജനത്തിന് വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഉമ്മത്തായി മാറുക. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആമുഖമായി പാരായണം ചെയ്ത സുപരിചിതമായ സൂക്തമോദിയിട്ട് സഹാബത്തിനെ ഉത്ബോധിപ്പിച്ച ഒരു രംഗം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലും സഹാബത്തും ഇരിക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്നൊരു സംഘം വരുന്നു. ഒരു ഇരുണ്ട അടയാളം പോലെ തന്നോടടുത്ത് ഒരു സംഘം വരുന്നത് റസൂലുള്ള കാണുകയാണ്. അടുത്തെത്തുമ്പോൾ മനസ്സിലായി നജിദിൽ നിന്നുള്ള മുളർ ഗോത്രത്തിൽപ്പെട്ട കുറെ ദരിദ്രനാരായണന്മാരായ ആളുകളാണ് വരുന്നത്, പാവപ്പെട്ട മുളർ ഗോത്രക്കാർ. ഒറ്റനോട്ടത്തിൽ തന്നെ അവരുടെ ദാരിദ്ര്യം വ്യക്തമായിരുന്നു. ചരിത്രം രേഖപ്പെടുത്തുന്നത്, ഹദീസിൽ പറയുന്നത്, ഉടുക്കാൻ വസ്ത്രമില്ലാതെ ഒരൊറ്റ തുണി, ആ തുണിയിൽ ഒരു തുളയിട്ടിട്ട് തലവഴി ഇട്ടിരിക്കുകയാണ് വസ്ത്രം. തുന്നിക്കാനുള്ള പണമില്ല. ഇങ്ങനെയുള്ള ഒരു സമൂഹം, അവരുടെ ഒട്ടിയ വയറുകൾ കാണാതിരിക്കാൻ ഇങ്ങനെ വസ്ത്രം ധരിച്ചെത്തിയ ഒരു സമൂഹം. ആ സമൂഹത്തെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് വേദനിക്കുകയാണ്. പ്രവാചകൻ ഉടനെ തന്നെ വീട്ടിലേക്ക് ഓടി. അങ്ങനെയാണ് പ്രതികരണം. അടുത്ത ആഴ്ച മീറ്റിംഗ് കൂടട്ടെ, ആലോചിക്കട്ടെ എന്നല്ല. ആലോചിക്കേണ്ടത് ആലോചിക്കണം, മീറ്റിംഗ് കൂടണം, പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. ഞാൻ അതിനെ വിമർശിക്കുകയല്ല, അത് ഉൾക്കൊള്ളുകയാണ്. റസൂൽ ഉടനെ പോയി വീട്ടിൽ പോയി എന്തെങ്കിലും ഇവർക്ക് കൊടുക്കാൻ പറ്റിയത് വീട്ടിലുണ്ടോ, ആ ഭാര്യയുടെ അടുത്തുണ്ടോ, ഈ ഭാര്യയുടെ അടുത്തുണ്ടോ, എല്ലാ വീട്ടിലും പോയി. വെള്ളമല്ലാതെ ഒന്നും റസൂലിന്റെ വീട്ടിലില്ല. കാരണം റസൂൽ നയിച്ചത് ആ ജീവിതമായിരുന്നു. പ്രിയമുള്ളവരെ, തിരിച്ചു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅൻ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഏതല്ലാഹു? ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ഈ മനുഷ്യ മഹാസമൂഹത്തെ സൃഷ്ടിച്ച തമ്പുരാനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ അല്ലാഹുവിന്റെ പേരിലാണല്ലോ നിങ്ങൾ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ജീവിതങ്ങൾക്ക് മുകളിൽ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, ഒരു നിരീക്ഷകനായ റബ്ബുണ്ട് എന്ന ആയത്ത് റസൂൽ ഓതുകയാണ്. പിന്നെ ഓതി യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാ. സത്യവിശ്വാസികളെ, എന്താണ് നാളേക്ക് വേണ്ടി നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കണം എന്നിങ്ങനെയുള്ള ഖുർആനിലെ കുറച്ച് ആയത്തുകളും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുക്കൂ. ഒരു ദിനാർ കൊടുക്കാൻ പറ്റുന്നവൻ ഒരു ദിനാർ, ഒരു ദിർഹമാണെങ്കിൽ ദിർഹം, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, ബാർലി ആണെങ്കിൽ ബാർലി. അതല്ല, കാരക്കയാണ്, ഒരു കാരക്കയുടെ ചീന്താണ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുത്തുകൊണ്ട് നിങ്ങൾ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്ബോധനം. പ്രിയമുള്ളവരെ, ആളുകൾ വീട്ടിലേക്ക് ഓടുകയാണ്. നിമിഷങ്ങൾക്കകം അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ 2 കൂമ്പാരങ്ങൾ, ഒരു കൂമ്പാരം ഭക്ഷണം, ഒരു കൂമ്പാരം വസ്ത്രം. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രശോഭിതമായി, പൗർണമി പോലെ പ്രവാചകന്റെ മുഖം പ്രസന്നമായി എന്ന്. ഞാൻ സൂചിപ്പിക്കുന്നത്, ജനത്തിനിടയിൽ റസൂലുള്ളാഹി ജീവിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രവാചകൻ കേട്ടു, അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചു. കയ്യിലൊന്നും കൊടുക്കാനില്ലാത്ത സന്ദർഭത്തിൽ നല്ല വാക്ക് പറഞ്ഞ്, പിന്നീട് തരാമെന്ന് പറഞ്ഞ്, പിന്നീട് എങ്ങനെയെങ്കിലും സമ്പത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി എത്തിച്ചു കൊടുത്തുകൊണ്ട്
റസൂലുള്ള മാതൃക കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തണം. നമ്മുടെ സാമൂഹ്യ ബോധം, ഈ സാമൂഹ്യ സേവനത്തിന്റെ ബോധം നമ്മുടെ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസത്തിന്റെയും നമ്മുടെ ഇസ്ലാമിക കലാലയങ്ങളിൽ നടക്കുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെയും നമ്മുടേതായ വിദ്യാലയങ്ങളിൽ നടക്കുന്ന മോറൽ എഡ്യൂക്കേഷന്റെയും ഒക്കെ ഭാഗമായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ, സാമൂഹ്യ സേവനത്തിന്റെ, ജനങ്ങളോടുള്ള കടപ്പാടിന്റെ പാഠം പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇത് നമ്മൾ അനുകരിക്കേണ്ടത് ഒരു നല്ല ശീലമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഡിഗ്രി പഠനത്തിന് 3 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം, ഈ 4 കൊല്ലത്തിനിടയിൽ 192 മണിക്കൂർ സാമൂഹ്യ സേവനം നടത്തണം. അങ്ങനെ ഒരു രീതി വെക്കുമ്പോൾ കുട്ടികൾ ഈ സാമൂഹ്യ പ്രവർത്തനം ശീലിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ സാമൂഹ്യ ബോധം പോലും തീർത്തും ആത്മീയമാണെന്നും ഈ അടിത്തറയിൽ നിന്ന് വികസിക്കുന്നതാണെന്നും അത് റബ്ബിനോടുള്ള മഹബത്താണ്, ജനങ്ങളോടുള്ള സ്നേഹമായി സേവനമായി മാറുന്നതെന്നും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബം എന്ന മനോജ്ഞമായ ദൈവിക സംവിധാനം പക്ഷേ നമ്മുടെ അനുഭവത്തിൽ മുറിവേറ്റ മനസ്സുകൾ പാർക്കുന്ന ഒരു കാരാഗൃഹം പോലെ, തടവറ പോലെ ആയിരിക്കുകയാണ്. സിനിമാക്കാരൻ പാടിയതുപോലെ പുറമേ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകമേ അതിൽ പെട്ടുപോയ ആളുകളുടെ കാരാഗൃഹമായി മാറുന്നു എന്നതാണ്. മുറിവേറ്റ മനുഷ്യരുടെ ഒരു താവളമായി നമ്മുടെ വീട്ടകങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടിങ്ങനെ എന്നതാണ് വിഷയം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ബന്ധങ്ങളും ആ ബന്ധങ്ങൾ അനിവാര്യമാക്കി തീർക്കുന്ന ബാധ്യതകളും നിർവഹിക്കുന്നത് പോകട്ടെ, അത് തിരിച്ചറിയുന്നതിൽ പോലും കുടുംബാംഗങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് കാതലായ വിഷയം. ഭൂമിയിൽ മനുഷ്യന്റെ നിയോഗം തന്നെ ബന്ധങ്ങളെ തിരിച്ചറിയലാണ്. ആ ബന്ധങ്ങളുടെ ബാധ്യതകൾ പൂർത്തീകരിക്കലാണ്. പരസ്പരമുള്ള ബന്ധങ്ങൾ പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധങ്ങളെ തിരിച്ചറിയുന്നിടത്തും അതിൻ്റെ ബാധ്യതകൾ പൂർത്തീകരിക്കുന്നിടത്തും ദയനീയമായി നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. ഈ കാലത്ത് മക്കളിൽ നിന്ന് മാതാപിതാക്കൾ കേൾക്കുന്ന മുറിവുകൾ, ക്ഷതങ്ങൾ, പരിക്കുകൾ എത്ര ആഴമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെയൊക്കെ വീട്ടകങ്ങളിലും ചുറ്റുപാടുകളിലും പിന്നെ മാധ്യമങ്ങളിലും നിറയെ അത്തരം സംഭവങ്ങളും അനുഭവങ്ങളുമാണ്. മക്കളിൽ നിന്ന് മാതാപിതാക്കൾ കേൾക്കുന്ന ക്ഷതങ്ങൾ, മുറിവുകൾ, ആ മുറിവുകളുമായിട്ടാണ് അവർ വീടുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. മകൾ 10-18 വർഷം ഓമനിച്ച് പുന്നാരിച്ച് സ്നേഹിച്ച് വളർത്തിയ മകൾ, അവളാണ് 10 ദിവസം മുമ്പ് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോകുന്നത്. വിഷയമായി, കോടതിയായി, സമൂഹത്തിന്റെ മുമ്പിൽ അവൾ പറയുകയാണ്, എനിക്ക് ഇയാളുടെ വാക്കുകളിൽ നല്ല വിശ്വാസമുണ്ട്, എൻ്റെ നല്ല ഭാവി ഇയാളിലാണ് എന്ന് പറയുമ്പോൾ 18 വർഷം ഓമനിച്ച് താലോലിച്ച്
എല്ലാമായി ജീവിച്ച ഉപ്പയുടെയും ഉമ്മയുടെയും ഉള്ളിലുണ്ടാകുന്ന മുറിവിന്റെ ആഴം വിശദീകരിക്കേണ്ടതില്ല. ഏറ്റവും നിസ്സഹായതയിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടത്തിൽ, വാർദ്ധക്യത്തിൽ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു കൈ സഹായിക്കാൻ, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഉമ്മയോ ഉപ്പയോ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ഒരുപാട് പണം ചെലവഴിച്ച്, അധ്വാനം ചെലവഴിച്ച്, ചോര നീരാക്കി പണിയെടുത്ത് ഏതൊരു മകനെ പഠിപ്പിച്ചുവോ, ആ മകനും മകളും ഡോക്ടറായി, എഞ്ചിനീയറായി, സമൂഹത്തിൽ വലിയ ഉയർന്ന പ്രൊഫഷണലുകളായി മാറി. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ പ്രയോജനം ലഭിക്കാത്ത ഒരു വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ നരകിക്കുമ്പോൾ, അല്ല ഡോക്ടറായ മകൻ, വളരെ വിദൂരത്ത് താമസിക്കുന്ന മകൻ, വിവരമറിയാൻ പോലും ശ്രമിക്കാത്ത മകൻ, നിസ്സഹായിയായ ഒറ്റപ്പെട്ട് ജീവിച്ച മാതാവ് മരിച്ചിട്ട് 45 ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾ അറിയുന്നത് തന്നെ എന്ന് വരുമ്പോൾ, മാതാപിതാക്കളുടെ ഹൃദയങ്ങളിലുണ്ടാകുന്ന മുറിവുകളുടെ ആഴം അതെത്രയോ വലുതാണ് എന്ന് തിരിച്ചറിയുവാൻ, പ്രിയമുള്ളവരെ, നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ മക്കൾക്ക് പല ന്യായങ്ങളും പറയാനുണ്ട്. അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കേൾക്കാറുള്ള ഒരുപാട് ന്യായങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന്റെ ഭാഷ അറിയാത്ത, അതിന്റെ രീതികൾ അറിയാത്ത മാതാപിതാക്കൾ തങ്ങളുടെ തീരുമാനങ്ങളുടെ മുമ്പിലും ജീവിതത്തിന്റെ മുമ്പിലും ഭാവിയുടെ മുമ്പിലും ഒരു വിലങ്ങുതടിയായി മാറുന്നു എന്ന രീതിയിലാണ് മക്കൾ ന്യായങ്ങൾ പറയാറുള്ളത്. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അവരിന്ന് എന്ത് പറയുന്നു ചെയ്യുന്നു എന്നതല്ല. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഉമ്മയോടും ഉപ്പയോടുമുള്ള സമീപനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അവരിപ്പോൾ വഴക്ക് പറഞ്ഞോ ഇല്ലേ, തടസ്സം സൃഷ്ടിച്ചോ ഇല്ലേ എന്നതൊന്നുമല്ല, മാതാപിതാക്കൾ ചെയ്തുപോയ പുണ്യമാണ്. മാതാപിതാക്കൾ ചെയ്തുപോയ പുണ്യമാണ്. അതിനോടാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിന്റെ തൊട്ടടുത്ത സ്ഥാനത്ത് മാതാപിതാക്കളെ നിർത്തി അള്ളാഹു ചിത്രീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം എന്ന് പറയും. പടച്ചവനുള്ള ഇബാദത്തും മാതാപിതാക്കൾക്കുള്ള ഇഹ്സാനും ചേർത്ത് ഇണക്കിയാണ് പറയുന്നത്, തൊട്ടടുത്ത് തന്നെ. പ്രിയമുള്ളവരെ, ഈ ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ വിശദീകരിക്കുന്നത് അവർ ഇന്നലെ ചെയ്ത പുണ്യങ്ങളെ സംബന്ധിച്ചാണ്. ഇന്ന് ചെയ്യുന്ന പുണ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പാപങ്ങളെക്കുറിച്ചോ അല്ല. മാതാപിതാക്കൾ അനുഭവിച്ച വേദനകളും യാതനകളും അവർ നിങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും വിശദീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാതാപിതാക്കൾ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ, ചെയ്തുപോയ പുണ്യമാണ്. ആ പുണ്യം എന്ന് പറയുന്നത് പകരം വെക്കാനില്ലാത്ത പുണ്യമാണ്. ലോകത്തൊരു ശക്തിക്കും അതിന്റെ പ്രതിഫലം, അതിനോട് തുല്യമായ ഒരു നന്മ ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിൽ അനർഘമായ, അമൂല്യമായ, അതുല്യമായ പുണ്യമാണ് ഓരോ മാതാവും പിതാവും മക്കൾക്ക് വേണ്ടി നിർവഹിച്ചിട്ടുള്ളത്. മാതാവ് ചെയ്ത പുണ്യങ്ങളെ പകരം വെക്കാൻ പിതാവിന് പോലും സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഉപ്പയേക്കാൾ 3 ഇരട്ടി മുൻഗണന ഉമ്മക്കാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെയും സഹവാസത്തിന്റെയും കാര്യത്തിൽ പറഞ്ഞത്. എന്റെ സ്നേഹം, എന്റെ ശുശ്രൂഷ, എന്റെ പരിചരണം, എന്റെ സഹവാസം അതേറ്റവും കൂടുതൽ അർഹിക്കുന്നതാരാണ് റസൂലെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ മറുപടി നിന്റെ ഉമ്മയാണ്. പിന്നെയും ആകാംക്ഷാഭരിതമായ മനസ്സോടുകൂടി ചോദ്യകർത്താവ് ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരാണ് റസൂലെ? ഉമ്മ തന്നെ. വീണ്ടും ചോദിച്ചു, അപ്പോഴും ഉമ്മ തന്നെ. 4ാമത് ചോദിക്കുമ്പോഴാണ് പ്രവാചകൻ സുമ്മ അബൂക്ക, പിന്നെ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞത്. മഹാന്മാരായ ഉലമാ അതിന്റെ ചോട്ടിൽ എഴുതി, അത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ
3 പുണ്യങ്ങൾ അത് ഉമ്മയുടെ പേരിൽ മാത്രമേ എഴുതപ്പെടൂ. ഉമ്മയാണ് ഗർഭം ധരിച്ചത്, ഉമ്മയാണ് പ്രസവിച്ചത്, ഉമ്മയാണ് മുലയൂട്ടി വളർത്തിയത്. ഇതാണല്ലോ ഒരു മനുഷ്യന്റെ സ്വത്വം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ സത്ത എന്ന് പറയുന്നത് അതാണല്ലോ. ഇത് 3ഉം മറ്റാരുമല്ല, ഉമ്മ മാത്രമാണ് തനിച്ചാണ് അനുഭവിച്ചത്. ഇതിന് പകരമില്ല. അതുകൊണ്ട് പരിഗണനകൾ കൂടുതൽ സഹവാസത്തിന്റെ വിഷയത്തിൽ ഉമ്മക്കുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇത് പുതിയ ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറ, മക്കളുടെ തലമുറ ശരിയായി ഗ്രഹിച്ചിരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അവർ ചെയ്തുപോയ പുണ്യത്തോടാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്ന സത്യം. അതുകൊണ്ട് ഇന്നലെ ഉമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, വാപ്പ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വേണ്ടി അനുഭവിക്കുന്ന ത്യാഗങ്ങളിൽ ഇത്ര നീണ്ടകാലം, ഗർഭകാലം, പ്രസവം, മുലയൂട്ടൽ തുടങ്ങി പിന്നെ പോറ്റു വളർത്തിയ ഉപ്പയുടെ ത്യാഗങ്ങൾ, ഇതിനൊന്നും പകരം വെക്കാനില്ല എന്നതുകൊണ്ടാണ് അവരോട് ഇഹ്സാനോടുകൂടി പെരുമാറണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ കൊച്ചു കൊച്ചു ദോഷങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് അവരോടുള്ള ഇഹ്സാനിൽ കുറവ് വരുത്തുന്ന ഒരു സമീപനം, അതിന് പ്രാമാണികമായി ന്യായീകരണമില്ല എന്ന് മക്കളായ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ 46-ാം അധ്യായം സൂറത്തുൽ അഹ്ഖാഫ് 2 മാതൃകകൾ, മക്കളുടെ 2 മാതൃക, 2 മോഡലുകൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്നാമത്തെ മക്കളുടെ മാതൃക എന്ന് പറയുന്നത് അവർ ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ബന്ധങ്ങളുടെ ബാധ്യതകളെ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സത്യവാഗ്ദാനമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുകയും കുറവുകൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥരാകുന്ന മക്കളുടെ മാതൃക അള്ളാഹു അവതരിപ്പിക്കുന്നു. ബന്ധങ്ങളുടെ ബാധ്യതകളെ തിരിച്ചറിയാതെ മാതാപിതാക്കളെ പുച്ഛിച്ചും അവഗണിച്ചും അവഹേളിച്ചും അധർമ്മത്തിന്റെ വഴിയെ പോയ മക്കളുടെ കാര്യമാണ് രണ്ടാമത്തെ മാതൃകയായി അവതരിപ്പിക്കുന്നത്. അത് കാലങ്ങളിലൂടെയുള്ള പ്രവാഹത്തിൽ പടച്ചറബിന്റെ പ്രതിപ്പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടവരാകുന്നു. അവർ ഖാസിറുകളാകുന്നു, അവരാണ് നഷ്ടം ഭവിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ അവർക്ക് അടിവരയിടുന്നു. പ്രിയമുള്ളവരെ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, അല്ലാഹുവിന്റെ വാക്ക്. മാതാപിതാക്കളോട് ഇഹ്സാൻ, ഏറ്റവും ഉദാരമായ നന്മ, ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെയല്ല, ഇങ്ങോട്ട് ചെയ്യുന്നതിലും എത്രയോ അപ്പുറമുള്ള നന്മക്കാണ് ഇഹ്സാൻ എന്ന് പറയുക. ഏറ്റവും നല്ലതാണ് ഇഹ്സാൻ. ആ ഇഹ്സാനിന്റെ സമീപനം മാതാപിതാക്കളോട് സ്വീകരിക്കണം എന്ന കാര്യം നാം മനുഷ്യനോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ആവർത്തിച്ചിട്ടുണ്ട് ഈ പ്രയോഗം. ഹമലത്തുഹു ഉമ്മുഹു, ഖുർആൻ പറയുകയാണ്, അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. കുർഹൻ, പ്രയാസത്തോടെ ക്ലേശത്തോടുകൂടിയാണ് ഗർഭം ചുമന്നത്. ഗർഭവതിയായ പെണ്ണിന് പിന്നെ പ്രസവം വരെ അതുതന്നെയാണ് ഏറ്റവും വലിയ വിഷയം. ഓരോ നിമിഷവും ജാഗ്രതയോടെ, നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും കഴിക്കുന്നിടത്തും കിടക്കുന്നിടത്തും ഒക്കെ തന്റെ ഉള്ളിൽ വഹിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള ജാഗ്രതയോടുകൂടി ജീവിക്കുന്ന ഒരു ജീവനു വേണ്ടി മറ്റൊരു ജീവിതം സമർപ്പണമാക്കുന്ന അതുല്യമായ ത്യാഗത്തിന്റെ ക്ലേശം സഹിച്ചുകൊണ്ടാണ് അവൾ നിന്നെ ഗർഭം ചുമന്നത്. വവളഅതുഹു കുർഹ, കണ്ണു തുറപ്പിക്കുകയാണ് മക്കളെ ഖുർആൻ. അവർ നിന്നെ ക്ലേശത്തോടുകൂടി പ്രസവിച്ചു. സയൻസ് പറയുന്നത് ഒരു മനുഷ്യന്റെ അസ്ഥികൾ എല്ലാം ഒരേ സമയം ഒടിയുന്ന വേദനയുണ്ടല്ലോ, അതാണ് ഡെലിവറി സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്നത്. വവളഅതുഹു കുർഹ, അങ്ങനെയാണ് അവൾ നിന്നെ പ്രസവിച്ചത്. തീർന്നില്ല. ഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, ഈ ഗർഭവും ഗർഭധാരണവും ഈ പ്രസവവും മുലയൂട്ടലും ഒക്കെ കൂടി 30 മാസം നിനക്ക് വേണ്ടി അവർ സമർപ്പിക്കുകയായിരുന്നു എന്ന കാര്യം നീ മറക്കരുത്. ഇത് തിരിച്ചറിഞ്ഞ മകൾ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന, മധ്യവയസ്സിലെത്തുമ്പോൾ, 40 വയസ്സെത്തുമ്പോൾ ആ മകൻ ഖാല റബ്ബി ഔസിഅനി അൻ നഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ
വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തറല്ലാഹു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, ഒരു മകൾ, പടച്ച റബ്ബേ നിനക്ക് ശുക്ർ ചെയ്യാൻ, എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനുള്ള ത്രാണി തമ്പുരാനെ നീ എനിക്ക് നൽകണമേ. വഅൻ അഅമല സാലിഹൻ തറല്ലാഹു, നിനക്ക് തൃപ്തിയേകുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നീ എനിക്ക് നൽകണം. വഅസ്ലിഹ് ലീ ഫീ ദുരിയത്തി, എന്റെ കുടുംബത്തിന് നീ നന്മ ചെയ്യണം. ഇന്നി തുബ്തു ഇലൈക്, തമ്പുരാനെ നിന്നിലേക്ക് എന്റെ എല്ലാ വീഴ്ചകളും ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയാണ്. ഇന്നി മിനൽ മുസ്ലിമീൻ, റബ്ബേ ഞാൻ നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ്, ഞാൻ സമർപ്പണമുള്ളവനാണ്, മുസ്ലിമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾ. ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, ഖുർആൻ പറയുന്നു അവരുടെ കർമ്മങ്ങൾ, അവർ ചെയ്ത ഉത്കൃഷ്ടമായ അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കും. വതനജാവസു അൻ സയ്യിആതിഹിം, അവരുടെ തെറ്റുകൾ, വനതജാവസു അൻ സയ്യിആതിഹിം, അവർക്ക് സംഭവിച്ചുപോയ കുറവുകൾ, വീഴ്ചകൾ, അത് നാം വിട്ടുകൊടുക്കും. ഫി അസ്ഹാബിൽ ജന്ന, അവർ സ്വർഗസ്ഥരാകുന്നു, അവരുടെ ജീവിതം ഇനി സ്വർഗത്തിലാകുന്നു. വഅദ സിദ്ഖില്ലദീ കാനൂ യുഅദൂൻ, വാക്ക് നൽകപ്പെട്ട അല്ലാഹുവിന്റെ സത്യവാഗ്ദാനമായ സ്വർഗമാണ് അവർക്ക് കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആ മാതൃകായോഗ്യരായ മക്കളെ അവതരിപ്പിക്കുകയാണ്. ജീവിതത്തെ സംബന്ധിച്ചുള്ള അവബോധവും തിരിച്ചറിവും കൊണ്ട് മാതാപിതാക്കളാരെന്ന് അവബോധത്തോടുകൂടി തിരിച്ചറിവോടുകൂടി റബ്ബിനോട് കൈകൾ നീട്ടുന്ന മക്കളുടെ ചിത്രം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ഈ രണ്ടാമത്തെ മാതൃക വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലക്കുമാ, മാതാപിതാക്കളെ പുച്ഛിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ഉഫ്ഫിൽ ലക്കുമാ, നിങ്ങൾക്ക് നാശം, നിങ്ങളോട് എനിക്ക് പുച്ഛമാണ്, നിങ്ങൾ എന്തു പറഞ്ഞാണ് എന്നെ ഭീഷണിപ്പെടുത്തുക. തഇദാനിനി അൻ നുഖ്റജ, ഞാൻ നാളെ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, എന്റെ ഈ നന്ദികേടുകളും എന്റെ ഈ പ്രവർത്തനങ്ങളും എന്റെ ഈ തിന്മകളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബലി, എന്റെ മുമ്പ് എത്രയോ തലമുറകൾ കടന്നുപോയിട്ടുണ്ട്. ഇങ്ങനെ നന്ദികേട് പറയുന്ന, ദൈവദോഷം പറയുന്ന, അവഹേളിക്കുന്ന മക്കൾ, അവന്റെ മുമ്പിൽ നിന്നിട്ട് ഈ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയാണ്, വഹുമാ യസ്തഗീസാനില്ല, അവർ രണ്ടുപേരും അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നു. വൈലക ആമിൻ, വൈലക നിനക്ക് നാശം, നീ എന്താണ് ഈ പറയുന്നത്? ആമിൻ, ഈമാൻ കൈക്കൊള്ളുക, വിശ്വാസത്തിലേക്ക് നീ വരിക. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ച അല്ലാഹുവിന്റെ വാക്ക് സത്യമാണ്, അത് പുലരുന്നതാണ്. ഫയഖൂലു, അപ്പോൾ ഈ മകന്റെ പ്രതികരണം, മാ ഹാദാ ഇല്ലാ അസാത്തിറുൽ അവ്വലീൻ, മാ ഹാദാ ഇല്ലാ അസാത്തിറുൽ അവ്വലീൻ, ന്യൂ ജനറേഷന്റെ പ്രതികരണമാണ്. ഇതൊക്കെ വെറും പഴംപുരാണങ്ങൾ മാത്രം, എത്രയോ ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ നടപ്പാകുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ, ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ? ഇതേതാ കാലം? ടെക്നോളജി വളർന്നു, സയൻസ് വളർന്നു, ഒരുപാട് ഉയരങ്ങളിലെത്തി. ഈ കാലഘട്ടത്തിൽ അപരിഷ്കൃതരായ നിങ്ങൾ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? മാഹാദാ ഇല്ലാ അസാത്തിറുൽ അവ്വലീൻ, ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമല്ലേ? ഖുർആൻ പറയുന്നു, ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ, ഇവരാണ് ദൈവശിക്ഷയുടെ വിധി, അവരുടെ മേൽ ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്, ഒരുപാട് ജിന്നുകളും ഇൻസുകളും ഒരുപാട് നിർഭാഗ്യവാന്മാരായ മനുഷ്യർ ഈ പട്ടികയിലുണ്ട്, ഇന്നലകളിൽ കടന്നുപോയിട്ടുണ്ട്. ഇന്നഹും ഖാനൂ ഖാസിരീൻ, അവരാണ് നഷ്ടപ്പെട്ടവർ. ഇങ്ങനെ മാതാപിതാക്കളോട് പ്രതികരിക്കുന്ന, ദൈവദോഷം പറയുന്ന, അധർമ്മത്തിന്റെ വഴിയെ പോകുന്ന, നന്ദികേട് കാണിക്കുന്ന, ഈ പുച്ഛം കാണിക്കുന്ന മക്കൾ, അവർ ഖാസിറുകളാണ്. ഇന്നലകളിൽ അത്തരം ഒരുപാട് ആളുകൾ കടന്നുപോയിട്ടുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത്, മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്കുണ്ടാകുന്ന ക്ഷതങ്ങളും പരിക്കുകളും എത്ര ആഴത്തിലുള്ള മുറിവുകളാണ് അവരിൽ ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ബോധ്യമുണ്ടാകണം. എന്ന് പറയുമ്പോൾ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം മാതാപിതാക്കളുടെ ബാധ്യതകളെ സംബന്ധിച്ചുകൂടിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരും കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി മക്കളോട് പെരുമാറുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിയന്തരമായി രണ്ട് കാര്യങ്ങളിൽ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ആത്മപരിശോധന നടത്തണം.
ഒന്ന്, മക്കളോടുള്ള വലിയ ബാധ്യത നിർവഹിക്കുന്നതിൽ നമ്മൾ എവിടെയാണ്? മക്കളോടുള്ള വലിയ ബാധ്യത എന്താണ്? ആ വലിയ ബാധ്യത എന്ന് ചോദിച്ചാൽ റസൂലുള്ള ചുരുക്കി പറഞ്ഞു, അഹ്സിനു അദബഹു. അതാണ് ഏറ്റവും വലിയ ബാധ്യത. ധാർമ്മികതയുടെ പാഠങ്ങൾ, പരിശീലനം അവർക്ക് നൽകുക. ധാർമ്മികതയുടെ വഴിയിൽ ജീവിക്കാനുള്ള പരിശീലനം മക്കൾക്ക് നൽകുക എന്നതാണ് ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനവും അത് തന്നെയാണ്. ആ ധാർമ്മികതയുടെ പരിശീലനം നൽകുന്നിടത്ത്, ആ വലിയ ബാധ്യത നൽകുന്നിടത്ത് നമ്മൾ എവിടെയാണ് എന്ന് ചിന്തിക്കുവാൻ, ഖുഅൻഫുസക്കും വഅഹ്ലീക്കും നാറ. നാളെ നരകത്തിൽ കത്തിയാളാൻ പോവുകയാണ് നിന്റെ മക്കൾ, പ്രിയപ്പെട്ട മകൾ, പ്രിയപ്പെട്ട മകൻ. നാളെ നരകത്തിൽ ഒരു തീഗോളമായി മാറാൻ പോവുകയാണ്. ഖുഅൻഫുസക്കും വഅഹ്ലീക്കും നാറ. അതുകൊണ്ട് അവരെ ആ തീയിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത, ഇതാണ് ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത്. സമ്പാദിക്കുന്ന മക്കളെ ഉണ്ടാക്കാനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളെ ഉണ്ടാക്കാനല്ല പലപ്പോഴും ശ്രമിക്കുന്നത്. സമകാലിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പതനം എന്ന് പറയുന്നത് മക്കൾ ഈ ഭൗതിക ജീവിതത്തിന്റെ പ്രലോഭനങ്ങളിൽ മാതാപിതാക്കൾ മക്കളെ സമ്പാദിക്കുന്ന മക്കൾ മാത്രമായി വളരാനുള്ള പരിശീലനം നൽകുന്നു എന്നതാണ്. ഒരുപാട് പണം വാരണം, അവരേറ്റവും വലിയ ഭൗതിക സുഖങ്ങളിലായിരിക്കണം. ആ സുഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരും. മണിമാളികകൾ ഉണ്ടാകുമ്പോൾ ശാന്തിയുണ്ടാകും എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു മാതാപിതാക്കൾ. ഇവിടെയാണ് പ്രവാചകന്റെ തിരുത്ത്. അല്ല, നിങ്ങൾ ധാർമ്മികത അവരെ പരിശീലിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ ബാധ്യത. ആ ധാർമ്മികത പരിശീലിപ്പിക്കാനുള്ള ഒരുപിടി മാർഗങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചു കൊച്ചു നിർദ്ദേശങ്ങൾ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുറു സിബിയാനക്കും, മക്കളോട് നിങ്ങൾ കൽപ്പിക്കണം. നമസ്കാരം എന്ന് പറയുന്ന ധാർമ്മികതയുടെ അടിത്തറയായി തീരുന്ന ആത്മീയ പരിശീലനത്തെക്കുറിച്ച് മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. 7-ാം വയസ്സിൽ അവർക്ക് ഈ അഭ്യാസം നൽകണം. 10-ാം വയസ്സിലും അത് അവനൊരു ശീലമായി മാറിയില്ലെങ്കിൽ ചെറിയ പ്രഹരങ്ങൾ നൽകി കൊച്ചു കൊച്ചു ശിക്ഷകളിലൂടെ അവനത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ജീവിതത്തിൽ ധർമ്മത്തിന്റെ വഴി എങ്ങനെ പോകണം, ആ ധാർമ്മികതയുടെ പരിശീലനം ജീവിതത്തിന്റെ ഏതേതു രംഗങ്ങളിൽ. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു, ഫേസ്ബുക്കിൽ വിഹരിക്കുന്നു. ഇതൊന്നും തടുത്തു നിർത്താൻ നമുക്ക് സാധ്യമല്ല. ഇത് ലോകത്തിന്റെ വളർച്ചയാണ്, വികാസമാണ്. ആ വളർച്ചയുടെ മുമ്പിൽ നമുക്ക് തടസ്സമായി അരുതുകളുമായി നിൽക്കാൻ സാധ്യമല്ല. അരുതുകൾ അവഗണിക്കപ്പെടുകയുള്ളൂ. അതാണ് അതിന്റെ മനഃശാസ്ത്രം. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ധാർമ്മികതയുടെ പാഠം അവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ്. എങ്ങനെയാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടത് എന്ന് കുട്ടിക്കൊരു ധർമ്മബോധമുണ്ടാവണം. തെറ്റും ശരിയും കാണുമ്പോൾ, മദ്യം കാണുമ്പോൾ കുടിക്കണോ വേണ്ടയോ കുട്ടിക്ക് തീരുമാനിക്കുവാൻ കഴിയണം. ഈ മദ്യപാനം എന്ന് പറയുന്നത് ഹറാമാണ് എന്ന്. ഈ നിലക്കുള്ള ശിക്ഷണം അവർക്ക് നൽകുക എന്ന ധാർമ്മികതയുടെ വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്. പ്രാർത്ഥിക്കുന്ന സന്താനമായിട്ട് അവൻ വളർന്നു വരണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളെ ഉണ്ടാക്കുക എന്നതാണ്. വലതുൻ സാലിഹുൻ യദഉലഹു. പണം വാരുന്ന സന്താനങ്ങൾ എന്ന സങ്കല്പത്തിനപ്പുറം പ്രാർത്ഥിക്കുന്ന സന്താനം, മാതാപിതാക്കൾക്ക് വേണ്ടി പടച്ചവനോട് കരഞ്ഞു പറയാൻ കഴിയുന്ന മക്കൾ, അവരാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യത്തിൽ ആത്മപരിശോധന നടത്തേണ്ടത് മക്കളുടെ വ്യക്തിത്വത്തെയും അവരുടെ അവകാശങ്ങളെയും ആദരിക്കുന്നിടത്തും നൽകുന്നിടത്തും വകവെച്ചു കൊടുക്കുന്നിടത്തും നമ്മൾ മാതാപിതാക്കൾ തോറ്റുപോകുന്നുണ്ടോ എന്ന കാര്യമാണ്. കുട്ടികളല്ലേ എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. കുട്ടികളല്ല, കുട്ടികൾ വളരുകയാണ്. വളരുമ്പോൾ, അവർ കൗമാരത്തിലെത്തുമ്പോൾ സുഹൃത്തുക്കളോടെന്ന പോലെ അവരോട് പെരുമാറണമെന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുതിർന്നവരെന്ന പോലെ. അതാണ് അവരുടെ കൗമാരക്കാരാകുമ്പോൾ തന്നെ അവരുടെ വ്യക്തിത്വത്തെ നിങ്ങൾ അംഗീകരിക്കണം. അഖിരിമു ഔലാദക്കും, പ്രവാചകൻ പറയുകയാണ്, ഇക്റാമ് കൊടുക്കണമെന്നാണ് മക്കൾക്ക്. അവർക്ക് കൊടുക്കണം റെസ്പെക്ട്. മാതാപിതാക്കളോട് മക്കൾക്ക് വേണമെന്ന് നമ്മൾ പറയുന്നു. മക്കളുടെ വ്യക്തിത്വത്തെ മാതാപിതാക്കൾ അംഗീകരിക്കണം എന്നാണ് പ്രവാചകന്റെ അധ്യാപനം. അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരുടെ നന്മകളെ അഭിനന്ദിക്കണം. ഈ രീതിയിലുള്ള ഒരു സമീപനമാണോ സ്വീകരിക്കുന്നത്? മറിച്ച് വീട്ടിൽ ഏകാധിപതിയാണോ? നമ്മളൊക്കെ മൈക്കിന്റെ മുമ്പിൽ വരുമ്പോൾ വളരെ ആവേശത്തിൽ ഹിറ്റ്ലർ, മുസോളിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭയങ്കര പ്രഭാഷണങ്ങൾ നടത്തും. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ പ്രസംഗം നടത്തുന്ന മനുഷ്യൻ വീട്ടിലൊരു ഹിറ്റ്ലറാണോ മുസോളിനിയാണോ എന്ന് അയാൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. പള്ളിയിൽ കൃത്യമായി വന്ന് നമസ്കരിക്കുന്ന, ജമാഅത്തിൽ പങ്കെടുക്കുന്ന,
ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവരാകുന്ന എത്രയോ പിതാക്കന്മാർ വീട്ടിൽ വലിയ ഹിറ്റ്ലർമാരാണ്, ഏകാധിപതികളാണ്, സ്വേച്ഛാധിപതികളാണ്. തന്റെ ഇഷ്ടത്തിനപ്പുറം ഒരു ഇഷ്ടത്തെ നടപ്പിലാക്കാൻ സമ്മതിക്കാത്തവരാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അരിഞ്ഞു വീഴ്ത്തുന്നവരാണ്. ഭാര്യയോടും മക്കളോടും നിങ്ങൾ അടിമകളെപ്പോലെ പെരുമാറണം എന്ന് പറയുന്നവരാണ്. പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ വലിയ മൂല്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, വീട്ടിലേറ്റവും നന്നായി പെരുമാറുന്നവനാരോ അവനാണ് ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞത്. വിനയത്തിന്റെ ഒരു സമീപനം, ജനാധിപത്യത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടകങ്ങളിൽ ഉണ്ടാകണം. ജനാധിപത്യത്തിന്റെ അന്തരീക്ഷം, അത് സ്റ്റേജിൽ മാത്രം പ്രസംഗിക്കാനുള്ള ഒരു കാര്യമല്ല. ഇസ്ലാമിന്റെ സങ്കല്പത്തിൽ വീട്ടിൽ തുടങ്ങണം ഡെമോക്രസി. എന്താണ് അവിടുത്തെ ജനാധിപത്യം? കൂടിയാലോചന. അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളം എന്ന് പറയുന്നത്. കൂടിയാലോചന വീട്ടിൽ വേണം എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. വശാവിറുഹും ഫിൽ അംർ, കൂടിയാലോചിക്കണം. ഭാര്യയോട് കൂടിയാലോചിക്കണം, മക്കളോട് കൂടിയാലോചിക്കണം. അവർക്ക് പടച്ച തമ്പുരാൻ കൊടുത്ത അവകാശങ്ങൾ, അവിടെ അലർച്ചയും ക്രൂരതയും മർദ്ദനവും ശകാരവും ഏകാധിപത്യവും ഇതൊക്കെ അവസാനിപ്പിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവർക്കൊരുപിടി അവകാശങ്ങളുണ്ട്. സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റം അവരുടെ അവകാശമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ മുഴുവൻ ഒരു പിതാവിന്റെ സ്നേഹം, ആ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഭാഷ സത്യവിശ്വാസികളെ പരിശീലിപ്പിക്കുകയാണ്. യാ ബുനയ്യ എന്നൊരു ശൈലിയുണ്ട്. മകനെ എന്നല്ല, യാ ബുനയ്യ, പൊന്നുമോനെന്ന. ആ പുന്നാരത്തിന്റെ സംബോധനയാണ് യാ ബുനയ്യ. ലുഖ്മാൻ മകനെ അങ്ങനെയാണ് വിളിക്കുന്നത്. ലുഖ്മാൻ പിതാക്കളുടെ മാതൃകയായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ മകനെ വിളിച്ചൊരു ശീലമുണ്ടോ? അങ്ങനെ വിളിച്ചാൽ കുട്ടി മോശമായി പോകും എന്നാണല്ലോ പലപ്പോഴും ചിന്തിക്കുന്നത്. സീരിയസ് ആയിട്ട് നിൽക്കണം എന്നാണ് നമ്മുടെ അന്ധവിശ്വാസം. വളരെ സീരിയസ് ആയിട്ട് എപ്പോഴും നിൽക്കണം. അങ്ങനെ അല്ലെങ്കിൽ അത് കുട്ടികളെ വഷളാക്കുമെന്നാണ്. പ്രകടിപ്പിക്കാനുള്ളതാണ് കുടുംബത്തിലെ സ്നേഹം. മവദ്ദത്ത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇണകൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ സ്നേഹത്തിന് ഉപയോഗിച്ച വാക്ക് മവദ്ദത്ത് എന്നാണ്. അറബി ഭാഷയിൽ ഉദ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസീവായിട്ടുള്ള സ്നേഹമാണ്, പ്രകടിപ്പിക്കേണ്ട സ്നേഹമാണ്. അത് ഉള്ളിൽ ഒളിച്ചു വെക്കേണ്ട ഒരു സംഗതിയല്ല. സ്നേഹം പ്രകടിപ്പിക്കണം. മക്കളെ ചുംബിക്കണം, ഉമ്മ വെക്കണം. പ്രായമായാലും മക്കളെ ഉമ്മ വെക്കാൻ ഒരു മടിയും വേണ്ട. എന്തുകൊണ്ട് ഇത് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു മാറ്റമായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല? എവിടെയാണ് നമ്മുടെ ഈഗോ പ്രവർത്തനക്ഷമമാകുന്നത് എന്നെനിക്ക് നിങ്ങൾക്കും പരിശോധിക്കുവാൻ കഴിയണം. മക്കളെ സ്നേഹത്തോടുകൂടി വിളിക്കാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ, അവരുടെ ഇഷ്ടങ്ങളെ പരിഗണിച്ചു എന്നവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമമുണ്ടെങ്കിൽ നമ്മൾ പറയും മക്കൾ വേറെ വഴിക്ക് പോകുന്നു, അവർക്ക് വേറെ കൂട്ടുകാരുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് മക്കളുടെ ഏറ്റവും വലിയ കൂട്ടുകാരായി, മക്കളുടെ ചങ്ങാതിമാരായി മാതാപിതാക്കൾക്ക് മാറാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ വൃത്തികെട്ട കൂട്ടുകെട്ടുകളിലേക്കുള്ള പോക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഉപ്പയായി മാറുക, ഏറ്റവും വലിയ കൂട്ടുകാരി ഉമ്മയായി മാറുക എന്ന് വന്നാൽ പിന്നെ കുട്ടികൾ വേണ്ടാത്ത ചങ്ങാത്തങ്ങളിലേക്ക് പോകും നമുക്ക് കുറക്കാൻ കഴിയും. ഒരുപടി അവകാശങ്ങൾ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്, ദീൻ അവർക്ക് നൽകിയിട്ടുണ്ട്. ആ അവകാശങ്ങളിൽ കോടാലി വെക്കുവാൻ സമുദായ നേതൃത്വത്തിന് അധികാരമില്ല. വിവാഹമടക്കമുള്ള കാര്യങ്ങളിൽ അറബികൾക്കിടയിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഏറ്റവും ചെറിയ ഒരു പെൺകുട്ടി പടുകിടവനായ ഒരാളെ കൊണ്ട് ഒരുപക്ഷെ ഉപ്പ കല്യാണം കഴിപ്പിച്ചേക്കുന്ന സമ്പ്രദായം, ഇതൊക്കെ ജാഹിലിയത്തിലുണ്ടായിരുന്നു. ആ ജാഹിലിയത്തിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ തിരുത്തിയത്. അത് പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കന്യകയാണെങ്കിൽ പോലും, ചെറിയ പെൺകുട്ടിയാണെങ്കിൽ പോലും അവരുടെ വിവാഹത്തിൽ അവരുടെ സമ്മതം വേണം, വലിയ ചോദിച്ചിരിക്കണം. അതല്ലേ ഇസ്ലാമിന്റെ നിർദ്ദേശം. ബുഖാരിയിൽ നമുക്കൊരു അധ്യായത്തിന്റെ പേര് തന്നെ, തലക്കെട്ട് തന്നെ ഇദാ സവ്വജ ഇബ്നതഹു വഹിയ കാരിഹത്തുൻ ഫനികാഹുഹു മർദൂദുൻ എന്നാണ് തലക്കെട്ട് തന്നെ. ഇദാ സവ്വജ ഇബ്നതഹു, ഒരാൾ അയാളുടെ മകളെ കല്യാണം കഴിച്ചയച്ചു. വഹിയ കാരിഹത്തുൻ, അവളാണെങ്കിൽ ആ പുതിയാപ്പിളയെ സംബന്ധിച്ച് വെറുക്കുന്നു, ആ പുതിയാപ്പിളയെ അവൾ ഇഷ്ടപ്പെടുന്നില്ല, സ്വീകരിക്കുന്നില്ല. ഫനികാഹുഹു മർദൂദുൻ, ആ നിക്കാഹ് അസ്വീകാര്യമാണ്. ബുഖാരിയുടെ ഒരു ബാബിന്റെ ഒരു തലക്കെട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാം കൊടുത്തിട്ടുള്ള ഒരുപിടി പരിഗണനകളുണ്ട്, അവകാശങ്ങളുണ്ട്. മക്കൾക്ക് അവകാശങ്ങൾ നൽകുവാൻ സന്നദ്ധമാകണം. അങ്ങനെ മക്കളും മാതാപിതാക്കളും പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ് ബാധ്യതകൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിന്റെ സമ്മോഹനമായ ഒരു ചിത്രീകരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ സകുടുംബം സ്വർഗത്തിലേക്ക് പോകാം എന്നാണ്. സ്വർഗസ്ഥരാകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്.
ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ, സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. ആ സ്വർഗം വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാത്തിഹിം, അവരുടെ ഇണകളുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്, സകുടുംബം അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലുകളിലൂടെയും സ്വർഗത്തിലെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ ഈ ഭാഗ്യശാലികളായ കുടുംബങ്ങളുടെ അടുത്തെത്തുന്നു. അവർ പറയും സലാമുൻ അലൈക്കും ബിമാ സബർത്തും, ജീവിതത്തിൽ സുബർ ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ, ജീവിതത്തിൽ സ്ഥൈര്യം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് സലാം. ഫനിഅമഉഖബദ്ദാർ, എത്ര നല്ല പരലോക ഭവനമാണത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സകുടുംബം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം ഇണകളോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സൗഭാഗ്യശാലികളുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് പറയുന്നു. ഈ ഭാഗ്യം കരഗതമാകണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ബന്ധങ്ങൾ തിരിച്ചറിയുകയും ആ ബന്ധങ്ങളുടെ ബാധ്യതകൾ പൂർത്തീകരിക്കുവാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ മുറിവേറ്റ പക്ഷികൾ പാർക്കുന്ന ഒരു കൂടല്ല, മനസ്സമാധാനത്തോടെ ശാന്തിയോടെ സ്വസ്ഥതയോടുകൂടി എല്ലാവരും ജീവിക്കുന്ന ഒരു മസ്കനാക്കി, മൻസിലുകളല്ല മസ്കനുകളാക്കി നമ്മുടെ വീടുകളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനുള്ള ശ്രമമാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. കാര്യങ്ങൾ ശരിയായി തിരിച്ചറിയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരേപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ നമുക്ക് മനോഹരമായ ഒരു കഥ പറഞ്ഞു തരികയാണ്. 3 പേർ ഒരു യാത്ര പുറപ്പെട്ടു. ഒരു രാത്രിയിൽ അവർ ഒരു ഗുഹയിൽ അന്തിയുറങ്ങാൻ ഇടവന്നു. അവർ ഗുഹയിലായിരിക്കെ വലിയ ഒരു പാറക്കല്ല് വന്ന് ആ ഗുഹാമുഖം അടഞ്ഞുപോയി. ഗുഹാമുഖം അടഞ്ഞതോടുകൂടി 3 പേരും അസ്വസ്ഥരായി. അവർ ദീർഘമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പാറക്കല്ല് 3 പേരും ചേർന്ന് ഒരുമിച്ച് ഉന്തി തള്ളി നോക്കി. വിഫലമാകുമ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും തള്ളി. ഒരു ഫലവും കാണുന്നില്ല. ഈ ഗുഹക്കകത്ത് അകപ്പെട്ടു പോകുമോ എന്നുള്ള ഭീതി അവരെ വേട്ടയാടി. ആ സമയത്ത് അവരിലൊരാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല നന്മകൾ ഏതാണെന്ന് നാം ഓർത്തെടുക്കുക. ആ നന്മകൾ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ ഈ നന്മ ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഈ പാറക്കല്ല് നീക്കിത്തരേണമേ എന്ന് ഓരോരുത്തരും അല്ലാഹുവിനോട് പറയുക. ഇങ്ങനെ ആദ്യത്തെ ആൾ പറഞ്ഞു. പാറക്കല്ല് അല്പം നീങ്ങി. രണ്ടാമത്തെ ആളും പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടി നീങ്ങി. മൂന്നാമത്തെ ആൾ പറഞ്ഞപ്പോൾ പാറക്കല്ല് പൂർണ്ണമായും നീങ്ങുകയും അവർക്ക് പുറത്തു വരാൻ അവസരം ലഭിക്കുകയും ചെയ്തു. ഈ 3 പേരും പറഞ്ഞ നന്മകൾ ഏതൊക്കെയാണ് എന്ന് ഹദീസ് വിശദമായി സംസാരിക്കുന്നുണ്ട്.
ഇന്ന് പ്രസക്തമായ ഒരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുദ്ദേശിക്കുന്നത്. ആദ്യം ഓതിവെച്ച ആയത്തുമായി ആ സംഭവത്തിന് അല്ലെങ്കിൽ ആ വിവരണത്തിന് നല്ല ബന്ധമുണ്ട്. മൂന്നാമത്തെ ആളാണത് പറഞ്ഞത്. അത് പറഞ്ഞതോടുകൂടിയാണ് കല്ല് പൂർണ്ണമായി നീങ്ങിപ്പോയത്. അപ്പോൾ അത്രയും വലിയ ഒരു നന്മയായിരിക്കുമല്ലോ അത്. ആ നന്മ മാത്രം വിശദീകരിക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവർ വലിയ വൃദ്ധന്മാരായിരുന്നു. എല്ലാ ദിവസവും ഞാൻ അവർക്ക് പാല് കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ ഒരു ദിവസം ഞാൻ അല്പം വൈകിപ്പോയി. അന്ന് ഞാൻ പാലുമായി എത്തിയപ്പോഴേക്കും അവർ രണ്ടുപേരും ഉറങ്ങിപ്പോയിരുന്നു. ഓരോ ദിവസവും പാല് കൊടുക്കുമ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ലിയശ്റബ ഖബ്ല അൻ യശ്റബ അഹദും മിൻ ഔലാദി. എനിക്ക് മക്കളുണ്ട്. ആ മക്കൾ കുടിക്കുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കൾ കുടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ പാല് കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. അന്ന് ചെന്നു നോക്കിയപ്പോഴേക്കും മാതാപിതാക്കൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഫകരിഹ്തു അൻ ഊഖിളഹുമാ. അവരെ ഉണർത്താൻ എനിക്ക് മടിയായി. ശരിയല്ല, ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് ശരിയല്ല എന്ന് ഞാൻ വിചാരിച്ചു. വഉഅ്തിയ അഹദം മിൻ ഔലാദി ഖബ്ലഹുമാ. അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നതിന് മുമ്പ് എന്റെ മക്കൾക്ക് കൊടുക്കുന്നതും ഞാൻ വെറുത്തു. അതിനും എനിക്ക് മടിയായി. അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതാണല്ലോ ഞാൻ ശീലിച്ചത്, അതാണല്ലോ ഞാൻ പരിഗണിച്ചത്. ഇവർ ഉറങ്ങിപ്പോയി എന്നതുകൊണ്ട് മാത്രം മക്കൾക്ക് ആദ്യം കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അവിടെ നിന്നു. വഖദ്ഹുൽ ലബനി ഫീ യദി. ഈ പാൽപാത്രം എന്റെ കയ്യിൽ തന്നെയാണ്. അന്തളിറു ഇസ്തീഖാലഹുമാ. അവർ രണ്ടുപേരും ഉണരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിന്നത്. ഹത്താ തലാൽ ഫജ്ർ. അങ്ങനെ അങ്ങ് നേരം പുലർന്നു. വഔലാദി യബ്കൂന മിൻ ശിദ്ദത്തിൽ ജൂഇ ഇൻദ ഖദമി. എന്റെ മക്കൾ വിശപ്പിന്റെ കാഠിന്യത്താൽ എന്റെ കാൽപാദത്തിനരികെ വീണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹത്തസ്തൈഖള വാലിദയ്യ. അങ്ങനെ എന്റെ മാതാപിതാക്കൾ ഉണർന്നു നേരം പുലർന്നപ്പോൾ. വശരിബ അൽ ലബൻ. അവർ രണ്ടുപേരും പാല് കുടിച്ചു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്. ഇത് ഞാൻ ചെയ്തത് നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. പരലോകത്ത് നിന്നെ കണ്ടുമുട്ടണം. ആ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നിന്റെ മുഖത്ത് പ്രസന്നത വേണം. കാരുണ്യത്തോട് അല്ലാഹുവേ നീ എന്നെ നോക്കണം. ഇതാഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഈ അവസ്ഥയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഫംഫജറത്തുൽ ഹജറ. അതോടുകൂടി ഫംഫജറത്തി സഹ്റ. ആ പാറ നീങ്ങിപ്പോയി. വഖറജ സലാസത്തു മിനൽ ഗാർ. മൂന്നുപേരും ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. ഈ കഥ നമ്മൾ ഒരുപാട് തവണ കേട്ട കഥയായിരിക്കും. ഓരോ തവണ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉദിക്കും.
കുറേ ചോദ്യങ്ങൾ ഉദിക്കും. എന്നാൽ ഉറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കിയാൽ കുട്ടികൾക്ക് കൊടുത്തുകൂടായിരുന്നോ? കുട്ടികളെ അങ്ങനെ കരയാൻ വിടേണ്ടിയിരുന്നോ? അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾക്ക് കൊടുക്കണം എന്നൊരു വാശി എന്തിനാണ് അദ്ദേഹം പുലർത്തിയത്? അവരെ ഒന്ന് ഉണർത്തിക്കൂടായിരുന്നോ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉദിക്കും. ഈ ചോദ്യങ്ങൾ ഈ കഥ കേൾക്കുന്ന ആരുടെയും മനസ്സിലുദിക്കും. ആ മനസ്സിലുദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അറിഞ്ഞിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ നമ്മോട് പറഞ്ഞു തരുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഒരു വലിയ കാര്യമുണ്ടാകും. ആ കാര്യം എന്ത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ കാര്യം മറ്റൊന്നുമല്ല, കുട്ടികളോടുള്ള സ്നേഹമെന്നത് ഒരു ജന്തു എന്നുള്ള നിലക്ക് തന്നെ മനുഷ്യനിൽ നിലീനമായിട്ടുള്ള ഒരാശയമാണ്. മനുഷ്യന് മാത്രമല്ല കുട്ടികളോട് സ്നേഹമുള്ളത്, എല്ലാ ജന്തുജാലങ്ങൾക്കും കുട്ടികളോട് സ്നേഹമുണ്ട്. ആടിന്, പശുവിന്, കോഴിക്ക്, കാക്കയ്ക്ക്, എല്ലാ ജന്തുജാലങ്ങൾക്കും കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ട്. കോഴി എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ തീറ്റുന്നതെന്നും കോഴി എങ്ങനെയാണ് പരുന്തിൽ നിന്നും മറ്റും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് എന്നും പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കറിയാം. പുതിയ ആളുകൾക്ക്, കുട്ടികൾക്ക് അങ്ങനെ അറിയാൻ വഴിയില്ല. കാരണം അവർ വീട്ടിൽ കോഴി വളർത്തുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. അവർക്ക് പരിചയമുള്ള കോഴി ബ്രോയിലർ കോഴിയും മണ്ണാച്ചിക്കോഴിയും ഒക്കെ ആയതുകൊണ്ട് തള്ളക്കോഴിയുടെ സ്നേഹം എന്താണെന്ന് കണ്ടറിയാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ആ തള്ളയാട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത്? ആ കുഞ്ഞിനെ ചവിട്ടിപ്പോണ്ടാന്ന് വെച്ചിട്ട് ആ തള്ളയാട് കാല് പൊക്കിപ്പിടിച്ചിരിക്കുകയാണ്. എന്തൊരു കാരുണ്യമാണ്, എന്തൊരു സ്നേഹമാണ് എന്ന് പറയുന്നുണ്ട്. പ്രകൃതിയിലേക്ക് നാം നോക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും കുഞ്ഞുങ്ങളോട് വളരെയധികം സ്നേഹം പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂട്ടത്തിൽ മനുഷ്യരായ നമ്മളും ഒരു മൃഗം എന്നുള്ള നിലയിൽ നമ്മുടെ കുട്ടികളെ നാം പോറ്റുന്നുണ്ട്. ഇതൊരു മൃഗീയമായിട്ടുള്ള നമ്മുടെ ഒരു ഗുണമാണ്. അതിനു പുറമെ നമുക്കൊരു കച്ചവട മനസ്സുകൂടി അതിൽ വന്നു ചേരുന്നുമുണ്ട്. കാരണം ആ കുട്ടികൾ വളർന്നു വലുതായി അവർ വലിയ ഉദ്യോഗങ്ങളിലും ജോലികളിലും എത്തിപ്പെട്ട് അല്ലെങ്കിൽ വലിയ കച്ചവടക്കാരും വ്യവസായികളുമായി മാറി നമ്മൾക്ക് സമ്പാദിക്കുവാൻ ആരോഗ്യമില്ലാത്ത സമയത്ത് അവരാണ് നമ്മളെ സമ്പാദിക്കേണ്ടത് എന്ന ഒരു ബുദ്ധി കൂടി ഒരു പക്ഷേ മക്കളെ വളർത്തുന്ന സന്ദർഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ പ്രകൃതിയുടെയും താല്പര്യമാണ്, മറ്റൊന്ന് നമ്മുടെ ഭൗതികമായ താല്പര്യമാണ്. കുട്ടികളോടുള്ള സ്നേഹം എന്ന് പറയുന്നു. മാതാപിതാക്കളോടുള്ള സ്നേഹം ഒരു ജന്തു എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകുന്നതല്ല. അത് മനുഷ്യൻ എന്നുള്ള സ്വഭാവത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ടുന്ന ഒരു ഗുണമാണ്. അതുകൊണ്ട് ആർജിച്ചെടുക്കേണ്ട ഒരു ഗുണമായതുകൊണ്ട് നമ്മുടെ പ്രകൃതിയിൽ നിലീനമല്ലാത്ത ഒരു സംഗതിയായതുകൊണ്ടാണ്, അത് മനുഷ്യത്വത്തിൻ്റെയും ധാർമ്മികതയുടെയും ലക്ഷണമായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര ആവർത്തിച്ച് മക്കളോടുള്ള കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, പറയേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന മുഴുവൻ തലമുറകളും
മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചും അള്ളാഹു എങ്ങനെയാണത് കാണുന്നത് എന്നതിനെക്കുറിച്ചും അതിന് എത്രമാത്രം പ്രതിഫലനമുണ്ട് എന്നതിനെക്കുറിച്ചും എത്രമാത്രം പ്രതിഫലമുണ്ട് എന്നതിനെക്കുറിച്ചും മനുഷ്യ തലമുറകളെ പഠിപ്പിക്കുവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കഥ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തിയത്. സാധാരണ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ദൃശ്യമുണ്ട്, ഒരു ചെറിയ വിഷ്വൽ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ അവന്റെ പ്രായമുള്ള പിതാവിനെയുമായി ഒരു പൂന്തോട്ടത്തിൽ ചെല്ലുകയാണ്. വലിയ സ്നേഹത്തോടും കാരുണ്യത്തോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് പിതാവിനെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവിടുന്ന് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. പിതാവിന് ചെറിയ ഓർമ്മശക്തിയുടെ, ഷോർട്ട് മെമ്മറിയുടെ കുറവുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ അവിടെ ഇരുന്നു കൊണ്ടിരിക്കെ എന്തോന്ന് വായിക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ മകൻ മുതിരുന്നു. ആ സമയത്ത് അപ്പുറത്തുള്ള ഇലകൾക്കിടയിൽ ഒരു ചെറിയ ശബ്ദമോ ഒരു ഇലയനക്കമോ കാണുന്നു. അപ്പോ മകനോട് ചോദിക്കുന്നു, എന്താ മോനെ അത്? അച്ഛാ, അതൊരു പ്രാവാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ കൊമ്പിൽ നിന്ന് ഇത് മറ്റൊരു കൊമ്പിലേക്ക് നീങ്ങുന്നു. ആ ഇലയനക്കവും ഇയാൾ കാണാനിട വരുന്നു. അപ്പൊ മകനോട് ചോദിക്കുന്നു, എന്താ മോനെ അത്? ശബ്ദം അല്പം കനക്കുന്നു. അതൊരു പ്രാവാണ്. ആ കൊമ്പിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുന്നു. ചാടുന്ന സമയത്ത് വീണ്ടും പിതാവ് ചോദിക്കുന്നു, എന്താ മോനെ അത്? അതൊരു പ്രാവാണ്. നാലാമത്തെ ചോദ്യമാകുമ്പോഴേക്ക് നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതൊരു പ്രാവാണ്. ഇയാളുടെ ഓർമ്മക്കുറവ് ഷോർട്ട് മെമ്മറിക്കാണ്, അടുത്ത മെമ്മറി മാത്രമാണ് അയാൾക്ക് മറന്നുപോകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പഴയ ബാഗ് അയാൾ തുറക്കുന്നു. എന്നിട്ട് പഴയ ഒരു ഡയറി എടുത്തിട്ട് അത് മറിച്ച് മകന് കാണിച്ചു കൊടുക്കുന്നു. മകനെ, ഇതേ പൂന്തോട്ടത്തിൽ നിനക്ക് 2 വയസ്സ് കഴിഞ്ഞ സമയത്ത് നിന്നെയും കൊണ്ട് ഞാൻ വന്നിരുന്നു. അന്ന് ഒരു പ്രാവിനെ ചൂണ്ടിക്കാണിച്ച്, ഒരു പക്ഷിയെ ചൂണ്ടിക്കാണിച്ച് അതെന്താണ് എന്ന് നീ 18 പ്രാവശ്യം എന്നോട് ചോദിച്ചിരുന്നു. ഇതിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 18 പ്രാവശ്യം നീ ചോദിച്ചിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ ചോദിക്കുമ്പോഴും നിന്റെ ചോദ്യത്തിന് കൂടുതൽ കൗതുകത്തോടുകൂടിയും കൂടുതൽ സ്നേഹത്തോടുകൂടിയും കൂടുതൽ ഹൃദയപരമായ ബന്ധത്തോടുകൂടിയുമാണ് ഞാൻ മറുപടി പറഞ്ഞത്. ആ ഓരോ ചോദ്യവും നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനല്ലാതെ, ഓരോ പ്രാവശ്യവും നിന്നെ ചുംബിക്കുന്നതിൽ ഗാഢത്വം കൂട്ടുവാനല്ലാതെ അത് കുറക്കാൻ സഹായകമായിട്ടില്ല. ഇപ്പൊ ഞാൻ 3 പ്രാവശ്യം എന്റെ ഓർമ്മക്കുറവ് കൊണ്ട് ഞാൻ ചോദിച്ച് 4ാമത്തെ പ്രാവശ്യവും ചോദിക്കുമ്പോഴേക്കും നീ ദേഷ്യം പിടിക്കുകയാണല്ലോ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് യൂട്യൂബിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം. വളരെ മനോഹരമായ ഒരു സന്ദേശം അത് നമുക്ക് നൽകുന്നുണ്ട്. പേരക്കുട്ടിക്ക് 3 മാസം കഴിഞ്ഞ് സമയത്ത് ഡൈനിങ് ഹാളിൽ വെറും പായ വിരിച്ച് അതിനെ കിടത്തിയിട്ട് ഉമ്മയും ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കുകയാണ് ചെറിയ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയുടെ ജ്യേഷ്ഠത്തി വളരെ ആഹ്ലാദത്തോടുകൂടി വിളിച്ചു പറയുകയാണ്, ഉമ്മ ഇത് കമിഴ്ന്ന് വീണിരിക്കുന്നു. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ കമിഴ്ന്ന് വീഴുക മാത്രമല്ല, വിസർജിക്കുക കൂടി ചെയ്തിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഭയങ്കര
ഭയങ്കരമായ ആവേശം. കാരണം അത് കമിഴ്ന്ന് വീണിരിക്കുന്നല്ലോ. മാത്രമല്ല അവിടെ ശരിക്കും വൃത്തികേടാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. വലിയ സന്തോഷം, ആഹ്ലാദം. അപ്പൊ തന്നെ വിദേശത്തേക്ക് ഭർത്താവിന് ഫോൺ ചെയ്ത് പറയാണ്, ദാ കുട്ടി കമിഴ്ന്ന് വീണിരിക്കുന്നു. കമിഴ്ന്ന് വീഴ മാത്രമല്ല, കളഞ്ഞിട്ട് ഞാൻ പറയില്ലപ്പം. ഭയങ്കര സ്നേഹത്തിലുള്ളൊരു വർത്താനം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വല്യപ്പ ചോദിക്കുകയാണ്, എടോ ഞാൻ നിങ്ങൾ എന്നെ മലർത്തിക്കിടത്തി പോയി, കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഞാൻ കവിഴ്ന്ന് കിടക്കുകയും ചെയ്തിരിക്കുന്നു, ഈ പണിയൊക്കെ ഞാനും എടുത്തിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഈ മനോഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്കുണ്ടെന്നും ഉണ്ടാകുമെന്നും മനസ്സിലാകുന്നത് കൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ നമ്മോട് പറഞ്ഞു തരുന്നതും ഈ കഥയിലൂടെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തായിരിക്കും എന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഇനി നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് വരാം. പല രോഗികളെയും കാണാൻ വേണ്ടി വീടുകളിൽ പോകാറുണ്ട്. അത്യാവശ്യം സാമ്പത്തിക സൗകര്യങ്ങളുള്ള വീടുകളാണെങ്കിൽ പോലും രോഗികളായ മാതാപിതാക്കൾ കിടക്കുന്ന വീടുകളുടെ റൂമിന്റെ വീതി എത്രയായിരിക്കും? അവരുടെ കട്ടിലിന്റെ വലുപ്പം എത്രയായിരിക്കും? ആ വിരിപ്പിന്റെ വൃത്തി എത്രയായിരിക്കും? അതിന്റെ നിറം എത്രയായിരിക്കും? അതിലെ അനുബന്ധ സൗകര്യങ്ങൾ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊക്കെ പോയി നോക്കിയിട്ടുണ്ടാകും, നിങ്ങളുടെ വീടുകളിലും അതുണ്ടാകും. അതേ വീടുകളിൽ തന്നെ ഉള്ള കുട്ടികൾക്ക് കിടക്കാനുള്ള മുറി എങ്ങനെയായിരിക്കും? അതിലെ കട്ടിലിന്റെ വീതി എത്രയായിരിക്കും? അതിലെ കിടക്കയുടെ കട്ടി എത്രയായിരിക്കും? അതിലെ വിരിപ്പിന്റെ സ്വഭാവം എന്തായിരിക്കും? അതിലെ മേശയും അനുബന്ധ സൗകര്യങ്ങളും എന്തായിരിക്കും? അവിടെയുള്ള കമ്പ്യൂട്ടർ സ്റ്റാൻഡും പഠന മേശയും ഏത് സ്വഭാവത്തിലുള്ളതായിരിക്കും? ഇത് നമ്മൾ ഓരോന്നും വിലയിരുത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മൗലികമായ തിരുത്തലുകൾ ഈ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമീപനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ആവശ്യമുണ്ട് എന്ന്. ആ സമീപന മാറ്റത്തെ സംബന്ധിച്ച് ഈ ഹദീസ് കാലാകാലങ്ങളിലും മനുഷ്യ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ചോദ്യങ്ങളും അപ്രസക്തമാകുന്നതും ഈ ഹദീസിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആശയം വളരെ ഉയർന്ന്, വളരെ ശക്തമായി തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു മനുഷ്യൻ മാതാപിതാക്കളെ അവഗണിക്കുന്നുവെങ്കിൽ അതിനർത്ഥം, കുട്ടികളെ ധാരാളമായി സ്നേഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അയാൾ മനുഷ്യത്വത്തിൽ നിന്ന് മൃഗത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. കുട്ടികളെ സ്നേഹിക്കുകയും അവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നതോടൊപ്പം മാതാപിതാക്കളോടുള്ള സ്നേഹവും കാരുണ്യവും വളരെ ശക്തമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അയാൾ മൃഗം എന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കും. ഏതെങ്കിലും ഒരു കുടുംബം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റി, ഒരു കാലഘട്ടത്തിലെ ജനത, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ജനത, അല്ലെങ്കിൽ ഒരു വംശീയ ജനവിഭാഗം അവരിലെ പ്രായം ചെന്നവരെ അവഗണിക്കുകയും അവരെ വീടുകളിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം അവരിൽ നിന്ന് പൂർണ്ണമായും മനുഷ്യത്വം മരിച്ചുപോയിരിക്കുന്നു എന്നായിരിക്കും. ഏതെങ്കിലും ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വംശീയ ജനവിഭാഗം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശീയ ജനവിഭാഗം
ഏതെങ്കിലും ഒരു കുടുംബം അവരിലെ പ്രായം ചെന്നവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അർത്ഥം ആ സമൂഹം അല്ലെങ്കിൽ ആ കുടുംബം മനുഷ്യത്വത്തോട് ഏറ്റവും മടുത്തു നിൽക്കുന്നു എന്നും മനുഷ്യത്വം അവരിൽ പുഷ്പിച്ച് ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുമായിരിക്കും. ഈ ആശയമാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു മനുഷ്യൻ ജീവിതാന്ത്യത്തിലേക്ക് പോകുമ്പോഴാണ് അയാൾക്ക് ഏറ്റവും വലിയ പരിഗണന ആവശ്യമായിട്ടുള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ അവഗണന ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് ഈ ജീവിതാന്ത്യത്തിലാണ്. ഒരു ജീവിതാന്ത്യത്തിൽ മനുഷ്യൻ എന്തൊക്കെ ആവശ്യമുണ്ട്? ഈ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇന്ന് ലോകത്ത് മെഡിസിൻ രംഗത്ത് ചെറിയ ചെറിയ ശാഖകൾ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എമർജൻസി മെഡിസിൻ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ്. ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ അത് വികസിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാന ശാഖകളാണ് മെഡിസിൻ രംഗത്ത്. ആ കൂട്ടത്തിലൊരു ശാഖയാണ് എൻഡ് ഓഫ് ലൈഫ് മെഡിസിൻ അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് കെയർ. ജീവിതാന്ത്യത്തിൽ ഒരു മനുഷ്യന് എന്തൊക്കെ കെയർ ആവശ്യമുണ്ട്? ശാരീരികമായ കെയർ ആവശ്യമുണ്ട്. അത് ഹോസ്പിറ്റലിൽ വെച്ച് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ ശാരീരികമായ കെയറിനപ്പുറത്തേക്ക് അവന് അല്ലെങ്കിൽ അവർക്ക്, ആണിന് അല്ലെങ്കിൽ പെണ്ണിന് ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ മാനസികമായ പരിചരണങ്ങൾ ആവശ്യമുണ്ട്. ആ മാനസികമായ പരിചരണങ്ങൾക്ക് തന്നെ ഒരുപാട് വശങ്ങളുണ്ട്. ജീവിതാവസാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ ആയ കാലത്ത് തന്നിൽ നിന്ന് വരുന്ന വീഴ്ചകളെ സംബന്ധിച്ച് ധാരാളം ചിന്തിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഇന്ന ബാധ്യതകൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനിടക്ക്, എന്റെ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനിടക്ക്, എന്റെ കുട്ടികളുടെ ഭാവി ഞാൻ ശരിപ്പെടുത്തുന്നതിനിടക്ക് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ആ ഒരവസ്ഥയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിൽ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത് എന്ന് അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും ഉള്ള ശ്രമങ്ങൾ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമേ അയാളുടെ ജീവിതാവസാനം ആഹ്ലാദപൂർണമാക്കി മാറ്റുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ അയാളുടെ ആത്മീയമായ ആവശ്യങ്ങളുണ്ട്, അവരുടെ ബുദ്ധിപരമായ ആവശ്യങ്ങളുണ്ട്, അയാളുടെ വൈകാരികമായ ആവശ്യങ്ങളുണ്ട്. ഈ ഓരോ ആവശ്യങ്ങളെയും ശരിയാവണ്ണം വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുകളെ പരിചരിക്കുവാനുള്ള സമയവും സന്ദർഭവും നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രായം ചെന്ന ആളുകളോട് നീതി പുലർത്തി എന്ന് പറയുവാൻ നമുക്ക് സാധ്യമാവൂ. ഈ ഒരു പാഠമാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത്. ഞാൻ ഓതിവെച്ച ആയത്തും നമുക്ക് പരിചയമുള്ള ആയത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ അർത്ഥം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നുകൂടി കേട്ടാൽ മതി. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മനോഹരമായ ആശയങ്ങൾ. ഛേ എന്ന് പോലും പറയരുത്, അവരെ വിരട്ടരുത്, മിണ്ടാതിരിക്കത്തള്ള എവിടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് മനുഷ്യന്മാർ വർത്താനം പറയുമ്പോൾ ഇങ്ങോട്ട് വരരുത്, പോയാ ഒത്തുക്ക്. വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ മഅറൂഫ.
മനോഹരമായ ഖൗലൻ കരീമ, അവരോട് മാന്യമായ വർത്തമാനങ്ങൾ പറയാൻ നിങ്ങൾക്ക് കഴിയും. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവരുടെ മേൽ വിരിച്ചു കൊടുക്കണം. വഖുൽ, പറഞ്ഞുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, നാവിൽ നിന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ, ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റിയതുപോലെ. നേരത്തെ വൃദ്ധന്റെയും മകന്റെയും ഉദാഹരണം പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ വളർത്തിയതുപോലെ ഞങ്ങൾക്ക് അവരോട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ട് അല്ലാഹുവേ നീ അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഒരാശയവും. ഈ ആശയം നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന്, അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.